ഹലോ എവരിവൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ലൈവ് സെഷനിൽ നമ്മൾ ഫിംഗർ പ്രിന്റ് സെർച്ച് എന്നുള്ള എക്സാം ആണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളൊരു ഏരിയ ആണ്, വളരെ ചെറിയൊരു ഏരിയ ആണ്, പക്ഷെ എന്നാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഫിംഗർ പ്രിന്റ് സെർച്ച് അറിയാലോ, അപ്പം നമ്മളെല്ലാവരും ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഫിസിക്സും ബിരുദധാരികൾക്ക് നമുക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 40 മാർക്കിലാണ് നമുക്ക് കെമിസ്ട്രിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ്. നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെമിസ്ട്രിയുടെ തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാംസ് 2014-ലും 2021-ലും ഒക്കെയാണ് നമുക്ക് ലാസ്റ്റ് ഫിംഗർ പ്രിന്റ് സെർച്ചിന്റെ എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് 1 മുതൽ 2 വരെ മാർക്ക് നമുക്ക് ഈ ഒരു ഏരിയയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിസ്സാരമല്ല, 1-2 മാർക്ക് എന്നാണ് നിസ്സാരമല്ല. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് വരെ നമ്മുടെ ഈ ഒരു മാർക്കിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് അല്ലെങ്കിൽ ആ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോളിഡ് സ്റ്റേറ്റ് എന്താ? സോളിഡ് സ്റ്റേറ്റിന് കേൾക്കുമ്പോഴേ നമുക്ക് മൈൻഡിലേക്ക് വരുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്ന 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്: സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് അല്ലെ, ഗ്യാസ് ഫോംസ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് എന്ത്? സോളിഡ് സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് ഈ സോളിഡിന് ഇത്രയും പ്രത്യേകത വന്നതെന്ന് അറിയാമോ? അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സോളിഡ് എല്ലാം നല്ല റിജിഡ് ആണ് അല്ലെ. റിജിഡ് അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ആണ്. എന്തുകൊണ്ടായിരിക്കും ഇതിന് റിജിഡിറ്റി വന്നിട്ടുള്ളത്? അതായത് നമ്മൾ സോളിഡ് എന്ന് പഠിക്കുമ്പോഴേ നല്ല എന്താ പറയാ, അതിനകത്തെ ആറ്റങ്ങളെല്ലാം ഓർഡേർഡ്ലി അറേഞ്ച്ഡ് ആണ്. ഓക്കെ, അവർക്ക് ഒരു 3 ഡയമെൻഷണൽ ഓർഡേർഡ് 3 ഡയമെൻഷണൽ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റ്സ് ആണ് ആർക്കുള്ളത്? സോളിഡിനുള്ളിലെ ആറ്റങ്ങൾ അല്ലെങ്കിൽ അതിലെ പാർട്ടിക്കിൾസിനുള്ളത്. അപ്പോൾ അവർ ഓർഡേർഡ്ലി അറേഞ്ച്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ട്രാൻസ്ലേറ്ററി മോഷൻ സാധ്യമല്ല. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അവരിയ്ക്കുന്ന പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് അവർക്കൊരു ഫിക്സ്ഡ് പൊസിഷനാണ്. അതായത് നമ്മുടെ സോളിഡിനുള്ളിലെ പാർട്ടിക്കിൾസിന് അവർക്കൊരു ഫിക്സ്ഡ് പൊസിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്തില്ല, അവർക്കൊരു ട്രാൻസ്ലേറ്ററി മോഷൻ അവിടെ ഇല്ല. അത് മാത്രമല്ല, പാർട്ടിക്കിൾസുകൾക്ക് തമ്മിൽ എന്താണ്, ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. ആ പ്രത്യേകതകളൊക്കെ കൊണ്ടിട്ടാണ് നമ്മുടെ സോളിഡിന് എന്ത് വന്നൊരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് ഇൻകംപ്രസിബിൾ. സോളിഡ് എന്താണ്? ഇൻകംപ്രസിബിൾ ആണ്. അതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, റിജിഡിറ്റി ഉണ്ട്, അതുപോലെ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം അത് എന്തിനുണ്ട്? സോളിഡ് പാർട്ടിക്കിൾസിനുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. സോളിഡിന്റെ പ്രോപ്പർട്ടീസുകളാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. നമുക്ക് സോളിഡ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. മെയിൻലി നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അവരുടെ ആ ഒരു ജോമെട്രിയുടെ ബേസിൽ അല്ലെങ്കിൽ ആ എലമെന്റ്സ് നമ്മുടെ സോളിഡിനുള്ളിലെ പാർട്ടിക്കിൾസുകളുടെ അറേഞ്ച്മെന്റിന്റെ ബേസിസിൽ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. ഈ പേര് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ +2-ൽ പഠിച്ചിട്ടുള്ളതാണ് സോളിഡ് സ്റ്റേറ്റ്. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് കോവിഡിന് ശേഷം വന്നിട്ടുള്ള ബാച്ച് ആണെന്നുണ്ടെങ്കിൽ അല്ല, കോവിഡിന്റെ ടൈമിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാത്തുള്ളവർ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഈ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 2 സോളിഡ്സ്: ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫൈ ചെയ്തത്? അവരുടെ സ്ട്രക്ചറിന്റെ ബേസിലാണ്. എന്താ ക്രിസ്റ്റലൈന്റെ പ്രത്യേകത? എന്താ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ എന്താണ്? അതിലെ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസുകൾ എന്താണ്, അവർക്കൊരു ഡെഫിനിറ്റ് പാറ്റേൺ ഉണ്ട്. ഓക്കെ, ആ മോളിക്യൂൾസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡെഫിനറ്റ് ഒരു റെഗുലർ ജോമെട്രി ആയിരിക്കും. റെഗുലർ ജോമെട്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് എന്താ ഒരു റെഗുലാരിറ്റി കാണും. ഒരു ഇപ്പൊ സപ്പോസ് 2 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ എ ബി ഇങ്ങനെ
ഇങ്ങനെ പോകത്തക്ക രീതിയിൽ ഉള്ളൊരു അറേഞ്ച്മെന്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റെഗുലർ ജോമെട്രി ആണ് ആർക്കുള്ളത്, അല്ലെങ്കിൽ ഒരു റെഗുലർ റിപ്പീറ്റഡ് പാറ്റേൺ ആണ് ആർക്കുള്ളത്, ക്രിസ്റ്റലൈൻ സോളിഡ്സിനുള്ളത്. എക്സാമ്പിൾസ് നമുക്കറിയാം, സോഡിയം ക്ലോറൈഡ് എന്താണ്, ടേബിൾ സോൾട്ട്, അതുപോലെ KCl, മെറ്റൽസുകളൊക്കെ അവരൊക്കെ എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സുകളാണ്. അതേപോലെ തന്നെ നോൺ മെറ്റൽസിൽ വരുന്ന സൾഫർ, ഫോസ്ഫറസ്, അയഡിൻ, സിങ്ക് സൾഫൈഡ്, ഇവർക്കൊക്കെ എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡ്. കാരണം അവരുടെ ജോമെട്രി എന്താണ്, റെഗുലർ ജോമെട്രി, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു എന്താണ്, ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും ഉള്ളത്. ദെൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അമോർഫസ് സോളിഡ്സ് എന്ന് പറയുന്നത്. അമോർഫസ് സോളിഡ്സ് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്, സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഓക്കെ, സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ്. നമ്മൾ ആ ഒരു സമയത്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഒത്തിരി ഏൻഷ്യൻ ടൈമിലുള്ള കെട്ടിടങ്ങളിലൊക്കെ എന്താണ്, നമ്മുടെ ജനലുകൾ, അത് ഗ്ലാസിന്റെ ജനലുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ജനലിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് കട്ടി കൂടുതലും മുകൾ ഭാഗം നേർത്തും വരും നമ്മളിങ്ങനെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബിക്കോസ് ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അമോർഫസ് സോളിഡ് ആണ്. അമോർഫസ് സോളിഡിന്റെ പ്രത്യേകത, അവർക്കൊരു റെഗുലർ അറേഞ്ച്മെന്റ് അല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ എ കഴിഞ്ഞാൽ ബി, അതായത് എക്ക് തൊട്ടടുത്ത് ബി വരും, ആ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ആയിരുന്നു. പക്ഷെ അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാല് അവർക്കൊരു റെഗുലർ അറേഞ്ച്മെന്റ് അല്ല. ഇപ്പോ എ കഴിഞ്ഞാൽ ബി തന്നെ വരണം എന്നില്ല, എ കഴിഞ്ഞാൽ എ വരാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റെഗുലർ ഒരു ഓർഡർ ആയിരിക്കത്തില്ല. അത്തരത്തിലുള്ള സോളിഡുകളാണെന്ത്, അമോർഫസ് സോളിഡ്. അപ്പൊ ഈ അമോർഫസ് സോളിഡുകളെ നമ്മൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കാൻ കാരണം അവർക്ക് ഫ്ലോ, അതായത് വളരെ ഭയങ്കര ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോൾ വളരെ കുറച്ച് രീതിയിൽ ജസ്റ്റ് ഒരു ട്രാൻസ്ലേഷൻ, ഭയങ്കരമായ ട്രാൻസ്ലേറ്റർ മോഷൻ അല്ല, വളരെ ചെറുതായിട്ട് അതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ പഴയ എന്താ കെട്ടിടങ്ങളുടെയൊക്കെ ഈ വിൻഡോ എന്ന് പറയുന്നത് ഗ്ലാസിന്റെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് താഴേക്ക് കുറച്ച് കട്ടിയുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. നമുക്ക് അവരുടെ ആ ഒരു ഡിഫറൻസ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഈ ഒരു പിക്ചറും അതുപോലെ അമോർഫസ് സോളിഡ്സും അല്ലെ. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആകുമ്പോൾ നോക്കിക്കേ, ആ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് കണ്ടോ, ഒന്ന് കഴിഞ്ഞ ആ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ആണ്. ഇപ്പം ഇത് പച്ച ഡോട്ടും കാണാം, ബ്ലൂ ഡോട്ടും കാണാം അല്ലെ. അപ്പൊ അതാ കറക്റ്റ് ആ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ്, ഒരു ഹെക്സഗന്റെ രൂപത്തിലാണ് ഇതിനെ അറേഞ്ച് ചെയ്യുക. അങ്ങനെ 3 ഡയമെൻഷനലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ അമോർഫസ് സോളിഡ് നോക്കി നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല, ഈ പറഞ്ഞ കണക്ക് എന്താ ബ്ലൂ കഴിഞ്ഞിട്ട് ഗ്രീൻ, അത് എപ്പോഴും അങ്ങനെ വരണം എന്നില്ല. നോക്കിക്കേ, ഇവിടെ കണ്ടാൽ നമുക്ക് ഗ്രീനുകൾ അടുപ്പിച്ച് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ഓർഡർലി അറേഞ്ച്മെന്റ്, ഒരു റെഗുലർ ഒരു റെപ്പറ്റേഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. റെഗുലർ ആയിട്ടൊരു റെപ്പറ്റേഷൻ നമുക്ക് അമോർഫസ് സോളിഡില്ല. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസസ് ഒക്കെ എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് ചിലപ്പോൾ ഇപ്പൊ വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടില്ല, ഇൻ കേസ് ഇനി വരാം. കാരണം സ്റ്റേറ്റ്മെന്റ് വൈസിൽ നമുക്ക് വേണമെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സോ അമോർഫസ് സോളിഡ്സോ എന്നുള്ള രീതിയിൽ എക്സാമ്പിൾസുകൾ തന്നിട്ട് അതില് എക്സാമ്പിൾ ചെയ്ത് ഏത് സോളിഡ്സിൽ വരും എന്നുള്ള രീതിയിൽ എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആയതുകൊണ്ട് അവർക്കൊരു റെഗുലർ ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. അമോർഫസ് സോളിഡ് എന്തില്ല, ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ജോമെട്രിക്കൽ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് ആയിരിക്കും. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അവിടെ മെൽറ്റിംഗ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല സോഡിയം ക്ലോറൈഡിന് മെൽറ്റിംഗ് പോയിന്റ്, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ സോഡിയം ക്ലോറൈഡിന് മെൽറ്റിംഗ് സംഭവിക്കും. അതേസമയം നമ്മുടെ അമോർഫസ് സോളിഡ് അവർക്ക് ഈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് 100-നും 120-നും ഇടയിലായിരിക്കും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അല്ലാതെ ഒരു ഷാർപ്പ് പോയിന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, നമുക്ക് ആ ആറ്റങ്ങൾക്കിടയിലുള്ള ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവര് സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അത് നമുക്കിവിടെ ഈ പറഞ്ഞ എന്താണ്, ഇവിടെ നോക്കുമ്പോൾ എ ബോണ്ട് വരാം, അതുപോലെ AB ബോണ്ട് വരാം. ആ 2 ബോണ്ടുകളുടെയും ബോണ്ട് എനർജി ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്കൊരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ക്ലീവേജ് പ്രോപ്പർട്ടി എന്താണ്, നമുക്കത് കറക്റ്റ് ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ കട്ടിങ് പോകും. എന്നുവെച്ചാൽ നമുക്കൊരു ഈക്വൽ പീസസ് ആക്കിയോ അല്ലെങ്കിൽ 2 പീസസ് ആക്കിയോ റെഗുലർ ആയിട്ട് നമുക്ക് സ്മൂത്ത് സർഫസ് ആണ്, അതായത് റെഗുലർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. മറ്റേതിന് അമോർഫസ് സോളിഡ്സിന് അങ്ങനെ ഒരു എന്താണ്, നമുക്ക് ഇറഗുലർ സർഫസ് ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കറക്റ്റ് ഷേപ്പിലായിരിക്കത്തില്ല നമുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ അവരുടെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അവർക്കൊരു പെർട്ടിക്കുലർ വാല്യൂ കാണും.
ഹീറ്റ് ഓഫ് ഫ്യൂഷനും പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഇവിടെ അമോർഫസ് സോളിഡ് ആകുമ്പോൾ അവിടെ അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു വാല്യൂ പറയാൻ പറ്റില്ല. ദെൻ ഓർഡർ നോക്കുകയാണെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ ആണ്. എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു റെഗുലാരിറ്റി. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മളിവിടെ എ ബി എന്നുള്ള ആ ഒരു പാറ്റേൺ എത്രത്തോളം അതിന് മാക്സിമം അതിന് എന്താണ് ഒബേ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ക്രിസ്റ്റലൈൻ സോൾട്സിന് ആ ഒരു റെഗുലാരിറ്റി അല്ലെങ്കിൽ ആ റെപ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അവര് ലോങ് റേഞ്ച് ഓർഡർ എന്ന് വെച്ചാൽ നല്ല ഒരുപാട് ഒരു എന്താണ് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അതിന്റെ ഓർഡർനെസ് കൂടുതലായിരിക്കും. അതേസമയം അമോർഫസ് സോളിഡിനെ നമ്മൾ സ്യൂഡോ സോളിഡ്സ് എന്നാണ് വിളിക്കുന്നത്. സ്യൂഡോ മീൻസ് എന്താണ്? ഫോൾസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫോൾസ് സ്യൂഡോ സോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അതായത് ഒരു ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. നമുക്ക് കുറെ ദൂരത്തേക്ക് ആ ഒരു റെപ്പറ്റീഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നൊരു ടേം ആണ് ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. എന്താണ് അനൈസോട്രോപ്പി ആൻഡ് ഐസോട്രോപ്പി? ഫസ്റ്റ് ഈ പിക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്താണ് അനൈസോട്രോപ്പി? അനൈസോട്രോപ്പി കാണിക്കുന്നത് ക്രിസ്റ്റൽസ് ആണ്. മനസ്സിലായോ? ക്രിസ്റ്റലൈൻ സോളിഡ്സുകളാണ് അനൈസോട്രോപ്പി കാണിക്കുന്നത്. അതേസമയം അമോർഫസ് സോളിഡ്സുകൾ കാണിക്കുന്ന ഫിനോമിനൻ ആണ് ഐസോട്രോപ്പി എന്ന് പറയുന്നത്. അപ്പൊ എന്താ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു ഫിനോമിനൻ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ആ ഒരു മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ നമ്മൾ ഏത് ഡിറക്ഷനിലാണോ മെഷർ ചെയ്യുന്നത്, ഡിറക്ഷൻ അനുസരിച്ച് ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതേസമയം അമോർഫസ് സോളിഡ് ആണെങ്കിൽ ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഇക്വലന്റ് ഇൻ ഓൾ ഡിറക്ഷൻസ്. നമ്മൾ ഏത് ഡിറക്ഷനിൽ മെഷർ ചെയ്താലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്. ഇനി അതല്ല, നമ്മൾ ഓരോ ഡിറക്ഷനിലും മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് അനൈസോട്രോപ്പിയാണ്. ഈ ഒരു പിക്ചറിൽ നിന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? നമുക്ക് ഇവിടെ ഇതാണ് ക്രിസ്റ്റൽ. ഈ കൊടുത്തിരിക്കുന്നതാണ് ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഇവിടെ ഞാൻ CB എന്നൊരു ഈ ആരോ നോക്കിക്കേ. ആ ആരോയില് നമുക്ക് അതിന്റെ അപ്പർ സൈഡ് നോക്കിക്കേ. ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ഇതിന്റെ മുകൾ സൈഡിൽ നമുക്ക് രണ്ട് ആറ്റങ്ങളും എന്താണ് അതായത് രണ്ട് ആറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഈ ഒരു ആരോ നോക്കുമ്പോഴത്തേക്കും CB എന്നുള്ള ആരോയുടെ ആ ഡിറക്ഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് സൈഡിലും രണ്ട് ആറ്റങ്ങളും മിക്സ്ഡ് ആയിട്ട് കിടക്കുവാണ്. അതേസമയം ഈ AD എന്നുള്ള അല്ലെങ്കിൽ DA എന്നുള്ള ഈ ഒരു ആരോ നോക്കിക്കേ. ആ ആരോ നോക്കുമ്പോൾ ഒരു സൈഡില് പിങ്ക് ആറ്റംസും മറു സൈഡില് ഗ്രീൻ ആറ്റംസ് പാർട്ടിക്കിൾസ് ആയിരിക്കും, അയോൺസുകളായിരിക്കും കാണപ്പെടുന്നത്. അതാണ് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോൾ ഡിറക്ഷൻ അനുസരിച്ച് മാറും. അപ്പോൾ ഡിറക്ഷൻ അനുസരിച്ച് ആ മോളിക്യൂളിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തത്. അതാണ് അനൈസോട്രോപ്പി. എന്താണ്, ക്ലിയർ ആയോ? നമുക്ക് അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി. അതിനെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏത് ഡിറക്ഷനിലാണോ മെഷർ ചെയ്യുന്നത് ആ ഡിറക്ഷൻ അനുസരിച്ചൊരു വാല്യൂ ആയിരിക്കും. എന്നാൽ അതിന്റെ മറ്റൊരു ഡിറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വേറൊരു വാല്യൂ ആയിരിക്കും. അതായത് ഡിറക്ഷൻ മാറുന്നതിനനുസരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിറക്ഷൻ മാറുന്നതിനനുസരിച്ച് അവരുടെ ഓറിയന്റേഷൻ, അതായത് നമ്മളവിടെ ആറ്റങ്ങളുടെ ഓറിയന്റേഷൻ ഓരോ ഡിറക്ഷനിലും വ്യത്യാസമാണ്. ആ ഡിറക്ഷനിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അതേസമയം അമോർഫസ് സോളിഡ്സുകൾ നോക്കിക്കേ. അമോർഫസ് സോളിഡ് നമ്മൾ ഈ ഒരു ഡിറക്ഷൻ എടുത്തു. ആ ഒരു ഡിറക്ഷൻ എടുത്താലും ഈ ഒരു ഡിറക്ഷൻ എടുത്താലും നമുക്ക് രണ്ട് ആറ്റങ്ങളെയും കാണാൻ പറ്റും. ഒരേ സൈഡിൽ തന്നെ രണ്ട് ആറ്റങ്ങൾ അവിടെ മിക്സ്ഡ്, കാരണം അവർക്ക് ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ആറ്റങ്ങളെ ആ സൈഡിൽ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി രണ്ടുപേരും ഇപ്പുറത്തെ സൈഡിലും ഒരേപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നു, ഇപ്പുറത്തെ സൈഡിലും ഒരേപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്നു. അതുകൊണ്ട് അമോർഫസ് സോളിഡുകൾക്ക് എല്ലാ ഡിറക്ഷനിലും ആ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. അതാണ് ഐസോട്രോപ്പി എന്ന് പറയുന്നത്. അതേസമയം ക്രിസ്റ്റലൈൻ സോളിഡ്സുകൾ നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഡിറക്ഷൻ അനുസരിച്ച് നമുക്ക് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപ്പി. അപ്പോൾ ക്രിസ്റ്റൽസ് എന്ത് കാണിക്കുന്നു? അനൈസോട്രോപ്പി കാണിക്കുന്നു. അതുപോലെ അമോർഫസ് സോളിഡ്സ് എന്ത് കാണിക്കുന്നു? ഐസോട്രോപിക് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ടേം ആണ്
ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. അതിനകത്ത് വരുന്നതാണ് ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനിയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരുന്ന, അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, അതാണ് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ എന്താണ് ഒരു യൂണിറ്റ് സെൽ? നമുക്കറിയാം, സോളിഡ്സിനകത്ത് നമുക്ക് ആറ്റങ്ങളെ കാണാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസുകളെ നമുക്ക് കാണാൻ പറ്റും. അവരെ എങ്ങനെയാണ് നമ്മൾ ഒരു 3D അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ആ 3D അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? അതിന്റെ ജോമെട്രിക്കൽ 3 ഡയമെൻഷണൽ ജോമെട്രിക്കൽ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു സോളിഡ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുക്കുന്നു. ആ ക്രിസ്റ്റലിന്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്, അതിലെ പാർട്ടിക്കിൾസുകളെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ അറേഞ്ച്മെന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ് അഥവാ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഫസ്റ്റ് പിക്ചർ കണ്ടോ? ഈ ഒരു ഫസ്റ്റ് പിക്ചർ, അതിൽ ഈ കംപ്ലീറ്റ് ഇതിനെ, അതായത് നമുക്കിപ്പോ സപ്പോസ് ഒരു 10-100 ആറ്റം ആണോ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ, ആ 100 ആറ്റങ്ങളെ അല്ലെങ്കിൽ ആ 100 പാർട്ടിക്കിളുകളെ നമ്മൾ 3 ഡയമെൻഷനലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ പോസിബിൾ അറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ലാറ്റിസ്, സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് പിക്ചർ എന്താണ്? സ്പേസ് ലാറ്റിസ് ആണ്. ഇനി ആ സ്പേസ് ലാറ്റിസിലേക്ക് നമ്മൾ ഒന്നും കൂടി ഒന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോണത് കാണാം. നോക്കിക്കേ, ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അതായത് നമ്മൾ ഒരു വീട് വെക്കുന്ന സമയത്ത് ഇഷ്ടിക അടുക്കി നമ്മൾ വീട് വെക്കത്തില്ലേ? അതിൽ ആ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഭിത്തിയുടെ അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ പറയാം അല്ലെ? അതുപോലെയാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഓരോ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്പേസ് ലാറ്റിസ് എന്ന് നമുക്ക് ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ആ പേര് എന്തിനെയാണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കും. അപ്പൊ സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്താണ്? നമ്മുടെ ആ ഒരു ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസുകളുടെ ജസ്റ്റ് 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. ഇനി അപ്പൊ എന്താ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാല്? ആ മൊത്തത്തിലുള്ള സ്പേസ് ലാറ്റിസ് നമ്മൾ ആ ഒരു ക്രിസ്റ്റലിന്റെ മൊത്തത്തിലുള്ള ആ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാല് ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഏതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് എടുത്താലും നമുക്ക് അങ്ങനെ ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ റിപ്പീറ്റിംഗ് യൂണിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വെൻ റിപ്പീറ്റഡ് ഇൻ ഡിഫറെന്റ് ഡിറക്ഷൻസ് ജനറേറ്റ്സ് ആൻ എൻറ്റയർ ലാറ്റിസ്. ആ ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്മോൾ പാർട്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാറ്റിസ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒരു യൂണിറ്റ് സെൽ എന്താന്നുള്ളത് മനസ്സിലായി. അത് യൂണിറ്റ് സെല്ലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? ആ കംപ്ലീറ്റ് ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്യുന്നത്. ഇനി ഈ ഒരു യൂണിറ്റ് സെല്ലിനെ മാത്രമാണ് ഇവിടെ രണ്ടാമത്തെ പിക്ചറിൽ ഈ യൂണിറ്റ് സെല്ലിനെ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു 6 പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, ABC എന്ന് കാണുന്നുണ്ട്, അതുപോലെ ആൽഫ, ബീറ്റ, ഗാമ എന്ന് കാണുന്നുണ്ട് അല്ലെ? അപ്പോൾ എന്താ ABC എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് സിംപ്ലി ദി എഡ്ജ് ലെങ്ത്. കാരണം അതിന് ഓരോ വശങ്ങളുണ്ട് അല്ലെ? ഒരു യൂണിറ്റ് സെൽ. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇതൊരു ക്യൂബായിട്ട് അല്ലെ, ക്യൂബ് പോലെ നമുക്ക് ക്യൂബായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യൂബ് എന്ന് നിർബന്ധമില്ല, നമുക്കത് ഷേപ്പുകൾ മാറി വരാം. റിപ്പീറ്റിംഗ് യൂണിറ്റിന് ഷേപ്പുകൾ മാറി വരാം, നമ്മളിനി പഠിക്കും. അപ്പോൾ അതിൽ A ലെങ്ത്, ഒരു വശത്തിന് A ലെങ്ത്, മറ്റൊരു വശത്തിന് B, ദെൻ C അല്ലെ? A ഇത് പിക്ചറിൽ കാണുമ്പോൾ മനസ്സിലാവും, A ഇത്, B ഇത്, C ഇത് അല്ലെ? ആ എഡ്ജ് ലെങ്തുകളാണ് 3 ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. ദെൻ ആൽഫ, ബീറ്റ, ഗാമ ആർ ദി ആംഗിൾസ് ആണ് അല്ലെ? ആ ഒരു എഡ്ജുകൾ തമ്മിലുള്ള ആംഗിൾസ് ബിറ്റ്വീൻ എഡ്ജസ് ആണ് എന്ത്? ആൽഫ, ബീറ്റ, ഗാമ. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ ആർക്ക് തമ്മിലുള്ളതാണ്? ആൽഫ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ ആൽഫ ഇക്വലന്റ് ടു എ എന്നല്ലേ നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ എ ഒഴികെയുള്ള ബാക്കി 2 പേര് ആൽഫ എന്നുള്ള ആംഗിൾ ആരൊക്കെ തമ്മിലാണ്? ബിയും സിയും എഡ്ജ് തമ്മിൽ. അതുപോലെ ബീറ്റ എന്നുള്ള ആംഗിൾ ആരൊക്കെ തമ്മിലായിരിക്കും? എയും സിയും തമ്മിൽ. അതുപോലെ ഗാമ എന്നുള്ള ആംഗിൾ ആർക്കൊക്കെ ആയിരിക്കും? എയും
എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മളൊരു ക്രിസ്റ്റൽ സിസ്റ്റംസ് പഠിക്കും നമ്മൾ. അതിനകത്ത് ഈ 6 പാരാമീറ്റേഴ്സിന്റെയും വാല്യൂ വെച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ സിസ്റ്റങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 6 പാരാമീറ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അത് എന്ത് തരം ലാറ്റിസ് ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറയുന്നത് എന്തിന്റെ ബേസിലാണ്? ഈ എഡ്ജ് ലെങ്തിന്റെയും അതുപോലെ തന്നെ എഡ്ജുകൾ തമ്മിലുള്ള ഈ ഒരു ആംഗിളിന്റെയും ബേസിസിലാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഈ ടേംസ് ഒക്കെ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഒരു യൂണിറ്റ് സെൽ എന്താണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ ഈ ആറ്റങ്ങൾ ഇരിക്കുന്ന ഈ ഒരു സൈറ്റ് കണ്ടോ? ആറ്റങ്ങൾ വന്ന് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആ സൈറ്റുകൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാറ്റിസ് പോയിന്റ് എന്നാണ്. ലാറ്റിസ് പോയിന്റ്, ആ ആറ്റങ്ങൾ ഇരിക്കുന്ന ആ ഒരു സ്പേസ് ആണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണേ? ഇനി നെക്സ്റ്റ് വരുന്നൊരു ടേം ആണ് ബ്രേവിയസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേവിയസ് ലാറ്റിസിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ടോട്ടൽ എത്ര ബ്രേവിയസ് ലാറ്റിസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 14 ബ്രേവിയസ് ലാറ്റിസസ് ആണ് നമുക്കുള്ളത്. എന്താ ബ്രേവിയസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ? സിംപ്ലി നമ്മുടെ ഈ ഒരു ക്രിസ്റ്റൽ ലാറ്റിസുകളില്ലേ, അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ആ ഒരു യൂണിറ്റ് സെല്ലുകളില്ലേ, അവർക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. 14 രീതിയിൽ ഇവർക്ക് സ്പേസിൽ 3 ഡയമെൻഷനലി ഈ 14 പോസിബിൾ അറേഞ്ച്മെന്റ്സ് ആണുള്ളത്. അപ്പൊ ആ 14 പോസിബിൾ അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രേവിയസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഈ 14 ബ്രേവിയസ് ലാറ്റിസുകളെ നമ്മൾ ഓരോ പെർട്ടിക്കുലർ സിസ്റ്റത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ആ ടേമിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ സിസ്റ്റംസ് എന്ന്. ഓക്കെ, അപ്പോൾ ബ്രേവിയസ് ലാറ്റിസ് 14 എണ്ണമാണുള്ളത്. ദെൻ എത്ര ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ 7 ക്രിസ്റ്റൽ സിസ്റ്റം ആണുള്ളത്. ക്രിസ്റ്റൽ സിസ്റ്റം ടോട്ടൽ 7 ക്രിസ്റ്റൽ സിസ്റ്റവും അതുപോലെ 14 ബ്രേവിയസ് ലാറ്റിസസും ആണ് നമുക്കുള്ളത്. ഓക്കെ, ജസ്റ്റ് ആ ടേം ഒന്ന് നോക്കിയാൽ മതി, ടേമും അതിന്റെ എണ്ണവും നോക്കിയിരുന്നാൽ മതി. ഇനി നമ്മൾ പറഞ്ഞു ഈ ലാറ്റിസ് പോയിന്റുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ലാറ്റിസ് പോയിന്റുകളെ നമുക്ക് 3 തരത്തിലുള്ള ലാറ്റിസ് പോയിന്റുകളാണുള്ളത്. അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലില് ആറ്റങ്ങളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ ആറ്റങ്ങൾ ഏതൊക്കെ പൊസിഷനുകളിലാണ് ഇരിക്കുന്നതെന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് 3 ലാറ്റിസ് പോയിന്റുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ് ലാറ്റിസ്, ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് face centered lattice, and the third one is end centered അല്ലെങ്കിൽ BCC body centered lattice എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താ ജസ്റ്റ് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ടോട്ടൽ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു പിക്ചർ നോക്കിക്കേ. സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ലാറ്റിസ് എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് ആകെ ആറ്റങ്ങൾ എവിടെ മാത്രമേ കാണുന്നുള്ളൂ? ഈ ഒരു കോർണേഴ്സിൽ. സപ്പോസ് നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുവാണെ, ക്യൂബ് നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ ക്യൂബ് വരയ്ക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ക്യൂബ് വരയ്ക്കുന്ന സമയത്ത് ഓക്കെ, അതിന് എത്ര കോർണേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 5 6 7 8 അല്ലെ. നമുക്ക് ടോട്ടൽ 8 കോർണേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോ എന്താണ് സിമ്പിൾ ക്യൂബിക് എന്ന് ചോദിച്ചാല്, നമുക്ക് 8 കോർണേഴ്സിൽ മാത്രമാണ് ആറ്റങ്ങൾ ഉള്ളത്. ആ ഒരു യൂണിറ്റ് സെൽ എടുക്കുമ്പോൾ അതിലെ 8 കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളെങ്കിൽ നമുക്ക് പറയാം അതെന്താണ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയാം. ഇനി അതേസമയം എന്താണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് എന്ന് പറഞ്ഞാല്, ഇറ്റ് ഈസ് ദി FCC എന്ന് പറയും. FCC എന്ന് പറഞ്ഞാല് ഈ 8 കോർണർ, ആ ഒരു ക്യൂബിന്റെ 8 കോർണറിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ പിക്ചറാണ് FCCയുടെ പിക്ചർ. ഇതാണ് ഓരോ കോർണേഴ്സിലും ടോട്ടൽ 8 കോർണേഴ്സിലും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ക്യൂബ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഫേസസ് ഉണ്ട്, എത്ര ആ ഒരു സർഫസ് നമുക്ക് കാണാം. ഈ ഒരു ഇതിൽ എണ്ണിക്ക് 1, മുകളിലത്തതൊന്ന്, താഴത്തെ അതേപോലെ കാണുന്ന താഴത്തതൊന്ന് അല്ലെ. ദെൻ ഈ സൈഡിൽ കാണുന്ന 3, അതേപോലെ മറു സൈഡിലുള്ളത് 4. ദെൻ ഈ ഫ്രണ്ടിൽ കാണുന്നത് 5, അതേപോലെ ബാക്കിലും ഉണ്ടല്ലോ 6. നമുക്ക് ടോട്ടൽ ഒരു ക്യൂബ് എടുക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ 6 ഫേസുകളാണുള്ളത്. അപ്പൊ ഫേസ് സെന്റേർഡ്, ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്
ഓരോ ഫേസുകൾ, അതായത് ഈ 6 ഫേസുകളുടെയും സെന്ററിൽ ആറ്റങ്ങൾ കാണും. അതാണ് FCC അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ ആ കോർണറിൽ, ആ ഒരു ക്യൂബിന്റെ 8 കോർണേഴ്സിൽ മാത്രമേ ആറ്റങ്ങളുള്ളൂ. അതേസമയം FCC എന്ന് പറഞ്ഞാലോ 8 കോർണേഴ്സിലും ഉണ്ട്, അത് കൂടാതെ എവിടെയുണ്ട്, ഓരോ ഫേസുകളുടെയും സെന്ററിലുണ്ട്. ഓരോ ഫേസുകളുടെ സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 6 ഫേസ്, ഒരു ക്യൂബാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ 6 ഫേസുകളാണ് നമുക്കുള്ളത്. ദെൻ ഇനി അടുത്ത എന്താണ്, BCC എന്ന് പറഞ്ഞാൽ എന്താണ്, ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ. ഓക്കെ, ബോഡി സെന്റർ എന്ന് പറഞ്ഞാൽ 8 കോർണേഴ്സിലും ഉണ്ട്, പിന്നെയോ ആ കംപ്ലീറ്റ് യൂണിറ്റ് സെല്ലിന്റെ ഒറ്റ നടുക്കൊരെണ്ണം. ഓക്കെ, നമ്മൾ 3D അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അകത്തൊരു ബോൾ വെക്കുന്ന പോലെ കറക്റ്റ് ആ സെന്ററിൽ ഒരു ആറ്റം കാണും. അതാണ് BCC അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് സെല്ലിനുള്ളിലെ ആറ്റങ്ങളെ നമുക്ക് 3 തരത്തിൽ, നമുക്ക് ആ ലാറ്റിസ് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, ആറ്റം ഒക്യുപ്പൈ ചെയ്യുന്ന ആ പൊസിഷനാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ആണുള്ളത്. ഒന്ന് സിമ്പിൾ ക്യൂബ്. സിമ്പിൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിൽ 8 കോർണേഴ്സിൽ മാത്രമായിരിക്കും ആറ്റങ്ങൾ ഇരിക്കുക. അതേസമയം FCC എന്ന് പറയുകയാണെങ്കിലോ 8 സെന്റേഴ്സിലും 8 കോർണേഴ്സിലും ആറ്റങ്ങൾ ഇരിക്കും. അതേപോലെ തന്നെ ആ 6 ഫേസുകളുടെ സെന്റേഴ്സിലും ആറ്റങ്ങൾ ഇരിക്കും. അതേസമയം BCC ആണെങ്കിലോ 8 കോർണേഴ്സിലും ഉണ്ട്. ദെൻ ആ ബോഡിയുടെ സെന്ററിൽ നമ്മൾ 6 ഫേസിന്റെ ഉള്ളിൽ ആ ഒരു 3D ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പൊ അതിന്റെ ഏറ്റവും ഒത്ത നടുക്ക്, അതിനുള്ളിലായിട്ട് ഒത്ത നടുക്കായിട്ട് ആരിയിരിക്കും, ഒരു പാർട്ടിക്കിൾ ഇരിക്കും. അതാണ് BCC. അങ്ങനെ 3 പോസിബിൾ ലാറ്റിസ് പോയിന്റ് അറേഞ്ച്മെന്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ടോട്ടൽ 14 ബ്രേവിയസ് ലാറ്റിസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് ക്രിസ്റ്റൽ സിസ്റ്റം ആണ്. അപ്പൊ ഈ 14 ബ്രേവിയസ് ലാറ്റിസുകളെ നമ്മൾ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനുള്ളിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ 1 മാർക്ക് ഈ ഒരു ഏരിയ ആണ്, 1 മാർക്ക്, നമ്മുടെ 1 മാർക്കാണ് ഇരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2014 ഒക്കെ ഇത് റിപ്പീറ്റ് ചെയ്ത്, നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന, ഇപ്പൊ ലാസ്റ്റ് ടൈം നടന്ന കെമിസ്ട്രിന്റെ എക്സാമിന് വരെ, ഫോറൻസിക്കിന്റെ എക്സാമിന് വരെ ചോദിച്ചൊരു ഏരിയ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഷുവറായിട്ട് നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു മാർക്ക്. ഓക്കെ, നമുക്ക് നോക്കാം എന്താന്നുള്ളത്, എന്താണ് നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ടോട്ടൽ 7 ക്രിസ്റ്റൽ സിസ്റ്റം. ആ പേരുകളും അത് എത്ര എണ്ണം ഉണ്ടെന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചാലും നമുക്കത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. ടോട്ടൽ 14 ബ്രേവിയസ് ലാറ്റിസസ് ഉണ്ട്. അതുപോലെ തന്നെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ 7 ക്രിസ്റ്റൽ സിസ്റ്റം ഇപ്പൊ തന്നെ അങ്ങ് ബൈ ഹാർട്ട് ചെയ്യാം. നമുക്ക് ഇനി അത് പഠിക്കാനായിട്ട് നമ്മൾ ഇനി വേറെ ഒരു സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ക്രിസ്റ്റൽ സിസ്റ്റം, ആ പേര് ഫസ്റ്റ് ഒന്ന് നോക്കാം. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഓക്കെ, ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ക്യൂബിക്കിന്റെ ഈ പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാം. പാരാമീറ്റേഴ്സും ഉണ്ട്, അതുപോലെ എക്സാമ്പിൾസും ഉണ്ട്. എക്സാമ്പിൾസും കൂടി ചേർത്ത് വേണം നമ്മൾ പഠിക്കാം. എക്സാമ്പിൾസ് തൊട്ടടുത്ത് ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു പിക്ചർ ഇതിൽ നിന്ന് നമുക്ക് തോന്നും. ഓക്കെ, ആ പിക്ചറും കൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ക്യൂബിക് ആണ്. ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വശങ്ങളും സെയിം ആണ്. ദാറ്റ് മീൻസ് A = B = C. പിന്നെയോ നമുക്ക് ആ ക്യൂബ് എന്ന് പറയുമ്പോഴേ അറിയാം അതിലെ എല്ലാ ലെങ്തുകളും സെയിം ആണ്, അതുപോലെ ആംഗിളുകളെല്ലാം സെയിം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എന്താണ് ക്യൂബിക് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ ഇസ് ഈക്വൽ ടു 90 ആൻഡ് A = B = C. പഠിച്ചോ? ക്യൂബിക് എന്താണെന്നുള്ളത് പഠിച്ചോ? ഈ ഒരു പിക്ചറും കൂടി ഒന്ന് മനസ്സിൽ വന്നാൽ മതി. അപ്പൊ ക്യൂബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. A = B = C ആൻഡ് ആൽഫ = ബീറ്റ = ഗാമ ഇസ് ഈക്വൽ ടു 90. ഇനി അപ്പോൾ നമ്മൾ ആദ്യത്തെ സെന്റൻസ് നമുക്ക് ക്യൂട്ട് എന്ന് പഠിക്കാം. ക്യൂട്ട് മീൻസ് ക്യൂബിക്, ദെൻ അടുത്ത ടെട്രാഗണൽ. അപ്പൊ ക്യൂബിക്ക് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്നത് ടെട്രാഗണൽ ആണ്. ടെട്രാഗണൽ ഒരു വ്യത്യാസമുള്ളൂ, നമ്മൾ ഈ ക്യൂബിന്റെ മുകളിൽ പിടിച്ച് വലിച്ചു. ഓക്കെ, ക്യൂബിന്റെ മേളിൽ പിടിച്ചങ്ങ് വലിച്ചൊന്ന് പൊക്കി. അപ്പൊ എന്താണ്, ഈ 2 ലെങ്തുകൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് A = B, പക്ഷെ C
ഇക്വലന്റ് ആണോ? അല്ല. സി എന്താ നീളം കൂടിപ്പോയി അല്ലെ, നമ്മൾ മേളിൽ പിടിച്ചങ്ങ് വലിക്കുക ചെയ്തത് അല്ലെ. അപ്പോ സി മാത്രം വ്യത്യാസം. അപ്പോൾ എ ഈക്വൽ ടു ബി ആണ്, ബട്ട് നോട്ട് ഈക്വൽ ടു സി ആണ്. അങ്ങനെയെങ്കിൽ അത് ആരുടെയാണ്? അത് ടെട്രഗണലിന്റെ ആണ്. പക്ഷെ ആംഗിൾ മാറുന്നുണ്ടോ ഇവിടെ? എഡ്ജസുകൾ തമ്മിലുള്ള ആംഗിൾ മാറുന്നുണ്ടോ? ഇല്ല, ആംഗിളുകൾ മാറുന്നേ ഇല്ല. അതുകൊണ്ട് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ഓക്കെ ആണോ? ഇപ്പൊ ക്യൂബിക്ക് മനസ്സിലായി. ക്യൂബ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതിന്റെ 3 എഡ്ജസും സെയിം ആണ്, അതുപോലെ ആംഗിളുകൾ 90 ആണ്. ഇനി ക്യൂബിനെ പിടിച്ചിട്ട് നമ്മൾ അതിനെ മേളിൽ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു, അപ്പോഴും താഴത്തെ 2 ലെങ്ത് സെയിം ആണ് അല്ലെ, ബേസിലെ ലെങ്ത് സെയിം ആണ്, ആ മുകളിലേക്ക് ഉള്ള ലെങ്ത് മാറിപ്പോയി. ആംഗിൾ മാറ്റം ഉണ്ടോ? ആംഗിളിന് മാറ്റവും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ക്യൂട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കുന്നത് ഓർത്തോറോംബിക്. ഓക്കെ, ഓർത്തോറോംബിക് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ക്യൂബിന്റെ മുകളിലാണ് വലിച്ചു നീട്ടിയത്. ഇനി ഞാൻ ഈ സൈഡിൽ കൂടെയും പിടിച്ച് ഇങ്ങോട്ടൊന്ന് വലിക്കുന്നു. ഓക്കെ, സൈഡിൽ കൂടെയും പിടിച്ച് വലിച്ചപ്പോഴത്തേക്കിന് എനിക്ക് 3 സൈഡും ഡിഫറെന്റ് ആയി. ഓക്കെ, അപ്പോ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പക്ഷെ അപ്പോഴും ആംഗിൾ മാറുന്നുണ്ടോ? ഇല്ല. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഇത് 3 പഠിച്ചോ? ക്യൂട്ട് ഓർത്തോ. ഓക്കെ, ക്യൂട്ട് ഓർത്തോ. എന്താ ക്യൂട്ട് ഓർത്തോ എന്ന് പറയുമ്പോഴത്തേക്കിനും ക്യൂബിക്ക് ഫസ്റ്റ് ക്യൂബിക് ആണ്. അപ്പൊ ക്യൂബിക് ആകുമ്പോൾ എല്ലാം ഈക്വൽ ആണ്, എല്ലാം ഇക്വലന്റ് ആണ്, എല്ലാ പാരാമീറ്റേഴ്സ് ഇക്വലന്റ് ആണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, ദെൻ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? ക്യൂബിന്റെ മുകളിൽ പിടിച്ചൊന്ന് മേളിലോട്ട് വലിച്ചു. അപ്പോഴോ ബേസിലെ 2 ലെങ്ത് സെയിം ആണ്, മുകളിലോട്ടുള്ള ലെങ്ത് മാത്രമേ മാറൂ. ദറ്റ് മീൻസ് എ ഈക്വൽ ടു ബി ആണ്, നോട്ട് ഈക്വൽ ടു സി ആണ്. അപ്പോഴും ആംഗിൾ മാറിയോ? അപ്പോഴും ആംഗിൾ മാറിയിട്ടില്ല. അപ്പൊ എന്താണ്? ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90. ഇനി അടുത്ത ആരാണ് വരുന്നത്? ഓർത്തോറോംബിക്. ഓർത്തോറോംബിക് എന്ന് പറയുമ്പോൾ എന്താ? വീണ്ടും ഞാൻ ഈ ടെട്രഗണലിനെ പിടിച്ച്, അല്ലെങ്കിൽ ക്യൂബിക്കിന്റെ 2 സൈഡും പിടിച്ചങ്ങ് വലിച്ചു നീട്ടി, മുകളിലും നീട്ടി സൈഡിലും കൂടി അങ്ങ് നീട്ടി. അപ്പോഴേക്കോ 3 ലെങ്തും ഡിഫറെന്റ് ആയി. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പക്ഷെ അപ്പോഴും എന്ത് മാറിയിട്ടില്ല? ആംഗിൾ അവിടെ മാറിയിട്ടില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മുടെ 3 ക്രിസ്റ്റൽ സിസ്റ്റം നമുക്ക് കഴിയും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് മോണോക്ലിനിക് ആണ്. ഓർത്തോ കഴിഞ്ഞാൽ, അതായത് ക്യൂട്ട് ഓർത്തോമോൻ എന്നങ്ങ് പഠിച്ചാൽ മതി. ക്യൂട്ട് ഓർത്തോമോൻ എന്ന് വെച്ചാൽ ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോ, ദെൻ മോണോക്ലിനിക്. മോണോക്ലിനിക്കിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കേ. അവിടെ നമ്മുടെ ഓർത്തോറോംബിക്കിന്റെ അത് തന്നെയാണ്, 3 സൈഡ് 3 എഡ്ജ് ലെങ്തും ഡിഫറെന്റ് ആണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ഞാൻ ഈ ഓർത്തോറോംബിക്കിനെ ഒന്ന് തറയിൽ ഉറപ്പിച്ച് വെച്ചിട്ട് ഒരു സൈഡിൽ പിടിച്ച് അങ്ങോട്ട് തള്ളി. ഓക്കെ, അതായത് ഞാനത് ഇവിടെ ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്തു. ഇവിടെ ഉറപ്പിച്ചിട്ട് ബേസ് ഉറപ്പിച്ചിട്ടിരിക്കുകയാണെ, ഇതൊന്ന് പുഷ് ചെയ്തപ്പോൾ മേൽഭാഗം മാത്രം ജസ്റ്റ് അങ്ങോട്ടൊന്ന് ചരിഞ്ഞു അല്ലെ, ജസ്റ്റ് മേൽഭാഗം മാത്രം ഒന്ന് ചരിഞ്ഞു. അപ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഓർത്തോറോംബിക്കിനെയാണ് ചരിച്ചത്. അപ്പോൾ ലെങ്ത് അതുപോലെ തന്നെയാണ്, എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. പക്ഷെ ഒരു സൈഡിൽ നമ്മൾ ചരിച്ചതുകൊണ്ട് അവിടുത്തെ ആംഗിൾ മാത്രം അങ്ങ് മാറി. ബാക്കിയോ ആൽഫയും ഗാമയും ഈക്വൽ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 90. ആൽഫയ്ക്കും ഗാമയ്ക്കും മാറ്റമില്ല. അതേസമയം ബീറ്റ നോട്ട് ഈക്വൽ ടു 90, അതായത് ഒരു സൈഡ് ചരിഞ്ഞുപോയി. അപ്പൊ ഇപ്പോഴും താഴെയുള്ള ആംഗിളിന് വ്യത്യാസമില്ല. ഓക്കെ, അപ്പോ ആൽഫയും ഗാമയും 90 ആണ്, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 പഠിച്ചല്ലോ. ക്യൂബിക് എന്താന്ന് പഠിച്ചു, ടെട്രഗണൽ എന്താന്ന് പഠിച്ചു, ഓർത്തോറോംബിക് പഠിച്ചു, ദെൻ മോണോക്ലിനിക് പഠിച്ചു. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് പഠിക്കാം ഹെക്സഗണൽ. ഓക്കെ, ഹെക്സഗണൽ എന്താന്ന് നോക്കിക്കേ. ഹെക്സഗൺ. ഓക്കെ, ഹെക്സഗണൽ ആ ഒരു ഇത് ആലോചിച്ച് നോക്കിക്കേ. ഹെക്സഗണലിന്റെ ഹെക്സഗണൽ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ്. എയും ബിയും ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു സി. എയും ബിയും ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു സി. ഹെക്സഗണൽ. ടെട്രഗണലിന്റെ അതേ എഡ്ജ് ലെങ്ത്. ടെട്രഗണൽ എങ്ങനെയാണ്? എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. അതേപോലെ തന്നെയാണ് ഹെക്സഗണൽ. രണ്ടിന്റെ ഹെക്സഗണൽ ടെട്രഗണൽ ആ ഒരു പേരിന്റെ ആ ഒരു സിമിലാരിറ്റി നോക്കിക്കേ. അപ്പോൾ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ഇനി ആംഗിൾ എന്താ വ്യത്യാസം? അവിടെ ആംഗിൾ നമുക്ക് ഹെക്സഗൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു 120 ഡിഗ്രി എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അവിടെ ഗാമയാണ് 120 ഡിഗ്രി, ബാക്കി ആൽഫയും ബീറ്റയും എത്രയാണ്? 90. അപ്പൊ അത് ഹെക്സഗണൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഹെക്സഗണൽ. അതിന്റെ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമുക്ക് ചോദിക്കുന്നത് ഹെക്സഗണൽ. അപ്പോൾ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 90 ആണ്, ദെൻ ഗാമ ഇസ് ഈക്വൽ ടു
120. അതാണ് ഹെക്സഗണൽ. ഓക്കെ. ദെൻ അടുത്തത് റോംബോഹെഡ്രൽ. റോംബോഹെഡ്രലിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നമുക്ക് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ആണ്. പക്ഷെ അത് എന്തല്ല, നോട്ട് ഈക്വൽ ടു 90. ഇതാണ് ആ പിക്ചർ, നോട്ട് ഈക്വൽ ടു 90. അവർ ആംഗിൾ എഡ്ജിന്റെ ലെങ്തും ഈക്വൽ ആണ്, എഡ്ജുകൾ തമ്മിലുള്ള ആംഗിളും ഈക്വൽ ആണ്. പക്ഷെ അത് എന്തല്ല, 90 ഡിഗ്രി, ജസ്റ്റ് ഒരു ചെറിയൊരു ചരിവ്, എല്ലാ സൈഡിലും എന്തുണ്ട്, ചെറിയൊരു ചരിവുണ്ട്. അത് നോട്ട് ഈക്വൽ ടു 90 ആണ് റോംബോഹെഡ്രലിന്റെ. ലാസ്റ്റ് വൺ, അത് എളുപ്പമാണ്, അത് ട്രൈക്ലിനിക്കും ക്യൂബിക്കും എളുപ്പമാണ്. ട്രൈക്ലിനിക്ക് ലാസ്റ്റ് പഠിച്ചാൽ മതി കേട്ടോ. എന്താണ്? എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആൻഡ് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ. എല്ലാ പാരാമീറ്റേഴ്സും ഡിഫറെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസും കഴിഞ്ഞു. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ ആൻഡ് ട്രൈക്ലിനിക്. ഈ പാരാമീറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ പഠിക്കണവേ. അപ്പൊ പാരാമീറ്റേഴ്സ് ഞാൻ ഈ ഒരു ഓർഡറിലോ അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓർഡറിൽ വേണമെങ്കിലും പഠിക്കാം. ജസ്റ്റ് ഞാൻ പഠിക്കുന്ന ആ ഒരു രീതി പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഇനി വേണ്ടുന്നത് നമ്മൾ 14 ബ്രേവിയസ് ലാറ്റിസസ് ഉണ്ടല്ലേ. 14 ബ്രേവിയസ് ലാറ്റിസസിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ക്യൂബിക്ക് നമ്മൾ പറഞ്ഞു അല്ലെ. ക്യൂബിക്കില് നമ്മുടെ ഏതാണ്, ലാറ്റിസ് പോയിന്റുകളുണ്ട് അല്ലെ. പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെന്റർ ഉണ്ട്, ഫേസ് സെന്റർ ഉണ്ട്. അപ്പൊ ക്യൂബിക്കിൽ ഈ 3 പോസിബിലിറ്റീസും ഉണ്ട്. പ്രിമിറ്റീവ് ആകാം, അല്ലെ, ദാറ്റ് മീൻസ് സിമ്പിൾ ക്യൂബ് ആകാം, ബോഡി സെന്റേർഡ് ആകാം, FCC ആകാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ അതിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ആരൊക്കെയാന്ന് നോക്കിക്കേ, ഞാൻ കുറച്ചും കൂടി പറഞ്ഞുതരാം. ഇത് മാത്രമല്ല ഉള്ളത്, ദാറ്റ് ഈസ് സിൽവർ ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ബ്ലെൻഡ് ഉണ്ട്, സോഡിയം. ഈ എക്സാമ്പിൾസും കൂടി പഠിച്ചോണേ. അവര് ക്യൂബിക് ആണോ ഓർത്തോറോംബിക് ആണോ എന്നൊക്കെ ചോദ്യം വരും. അത് ചോദിച്ചിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആരൊക്കെയാണ് ക്യൂബിനകത്ത് വരുന്നത്? ആരൊക്കെയാണ്? സിൽവർ, കോപ്പർ, ഗോൾഡ്, NaCl, KCl, ഡയമണ്ട്. ഓക്കെ, പിന്നെയോ സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ അതിന്റെ ഫോർമുല എന്താണ്? ZnS. സിങ്ക് സൾഫൈഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ZnS എന്ന് വിളിക്കുന്നത്. അത് കൂടാതെ നമ്മുടെ മെർക്കുറി, എക്സാമ്പിൾസ് തരാം. Hg ഉണ്ട്, ലെഡ് ഉണ്ട്, ദെൻ പൊളോണിയം ഉണ്ട്, CaF2, കാൽഷ്യം ഫ്ലൂറൈഡ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂബിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ വരുന്നത് ആർക്കൊക്കെയാണ്? ഈ പറഞ്ഞ ക്യൂബിക് എന്താണ് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ പറഞ്ഞ എലമെന്റ്സുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിക്കേണ്ടത്? നമ്മൾ ക്രിസ്റ്റൽ സിസ്റ്റം, ഇതാണ് നമ്മുടെ മാർക്ക് തീരുമാനിക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത്, ക്രിസ്റ്റൽ സിസ്റ്റം. ഓക്കെ, ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്ത് ഫസ്റ്റ് പഠിക്കുന്നത് ക്യൂബിക് എന്താന്ന് പഠിക്കുക, അതിന്റെ എഡ്ജ് ലെങ്തും ഇന്ററാക്സിയൽ ആംഗിൾസ് എന്ന് മീൻസ് എഡ്ജുകൾ തമ്മിലുള്ള ആംഗിൾസുകളാണ്. ആംഗിൾ പഠിക്കുക, then അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. ഇത് പഠിച്ചില്ലെങ്കിലും വലിയ നിർബന്ധമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി എത്ര പേര് എങ്ങനെ അറേഞ്ച്. അപ്പൊ നമുക്ക് ഇവിടെ ബ്രേവിയസ് ലാറ്റിസ് 3 വന്നേ. പ്രിമിറ്റീവ്, അതായത് ക്യൂബിക്, പ്രിമിറ്റീവ് ക്യൂബിക്, ബോഡി സെന്റർഡ് ക്യൂബിക്, FCC ക്യൂബിക്. ഓക്കെ, then ഇനി അടുത്തത് ടെട്രഗണലാണ്. ടെട്രഗണൽ നമുക്ക് 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന് പ്രിമിറ്റീവ് ടെട്രഗണലും, ഒന്ന് ബോഡി സെന്റേർഡ് ടെട്രഗണലും. ഓക്കെ, അതിനകത്ത് ആരൊക്കെയാ വരുന്നത് നോക്കിക്കേ. യെസ്, കാൽഷ്യം സൾഫേറ്റ് വരും. വൈറ്റ് ടിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിൻ SN ആണ്. TiO2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. TiO2, SNO2 ഒക്കെ എന്തിൽ വരുന്നതാണ്? നമുക്ക് ടെട്രാഗണലിനകത്ത് വരുന്നതാണ്. അടുത്ത ഓർത്തോറോംബിക് നോക്കിക്കേ. ഓർത്തോറോംബിക് എന്ന് പറഞ്ഞാല് യെസ്, പ്രിമിറ്റീവ് വരും, അതില് ബോഡി സെന്റേർഡ് വരാം, FCC വരാം, എൻഡ് സെന്റേർഡ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് 6 ഓക്കെ, നമ്മൾ എഡ്ജസ് വരയ്ക്കുന്ന സമയത്ത് ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഓരോ വശങ്ങളിൽ എഡ്ജ് ഉണ്ടല്ലോ, ഈ ഓരോ എഡ്ജുകളുടെയും സെന്റർ, അങ്ങനെ നമുക്ക് 12 സെന്റേഴ്സ് കിട്ടും. അതായത് കോർണേഴ്സിൽ കൂടാതെ എവിടെയും കൂടി ഉണ്ട് ഈ ഓരോ വശങ്ങളുടെയും സെന്റേഴ്സ്. അത് വലിയ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാനത്. അപ്പൊ ഇവിടെ നമുക്ക് ഓർത്തോറോംബിക്കിന് എന്തുണ്ട്? 4 പോസിബിലിറ്റീസ് ആണ്, ലാറ്റിസ് പോയിന്റുകളെ 4 പോസിബിലിറ്റീസ് ആണുള്ളത്. ദെൻ അവിടെ എക്സാമ്പിൾസ് ആയിരിക്കാൻ നോക്കി. റോംബിക് സൾഫർ ഇമ്പോർട്ടന്റ് ആണ്. റോംബിക് സൾഫർ, ഓക്കെ, നമുക്ക് സൾഫറിന് 2 വെറൈറ്റി നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ റോംബിക് സൾഫർ പേര് പോലെ തന്നെ ഓർത്തോറോംബിക്കിൽ വരുന്നതാണ്. KNO3, PbCO3, കാൽഷ്യം കാർബണേറ്റ്, ബേരിയം സൾഫേറ്റ്, പൊട്ടാസ്യം സൾഫേറ്റ്, ഓക്കെ, മഗ്നീഷ്യം സിലിക്കേറ്റ്,
അതൊക്കെ നമുക്ക് ഈ ഒരു ഓർത്തോറോംബിക്കിൽ വരുന്നതാണ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് മോണോക്ലിനിക് ആണ്. മോണോക്ലിനിക്കിനകത്ത് എന്തൊക്കെയാ വരുന്നത്? അവിടെ പ്രിമിറ്റീവ് മോണോക്ലിനിക്കും വരും, എൻഡ് സെന്റേർഡ് മോണോക്ലിനിക്കും വരും. അപ്പൊ അവിടെ രണ്ട് ലാറ്റിസ് പോയിന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സ് ആയി. അതിന്റെ എക്സാമ്പിൾസ് നോക്കിക്കേ. ഇവിടെ നമ്മൾ റോംബിക് സൾഫർ എന്തിൽ വരുന്നതാണ്? ഓർത്തോറോംബിക്കിൽ വരുന്നതാണ്. അതേസമയം മോണോക്ലിനിക് സൾഫർ ഉണ്ട്, അതെന്തിൽ വരുന്നതാണ്? മോണോക്ലിനിക്കിൽ വരുന്നതാണ് അറേഞ്ച്മെന്റ്. ദെൻ സോഡിയം സൾഫേറ്റ് വരും. ദെൻ അതിനുശേഷം PbCr, ഓക്കെ, ലെഡ് ക്രോമേറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് കാൽഷ്യം സൾഫേറ്റ്, 2H2O, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? മോണോക്ലിനിക്കിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ ട്രൈക്ലിനിക്ക് എല്ലാം ഡിഫറെന്റ് ആണ്. എഡ്ജ് ലെങ്ത് ആയാലും ശരി, നമ്മുടെ ഇന്ററാക്സിയൽ ആംഗിൾസുകളായാലും ശരി, എല്ലാം ഡിഫറെന്റ് ആണ്. അതിനകത്ത് ട്രൈക്ലിനിക്കിനകത്ത് വരുന്നതിന്റെ എക്സാമ്പിൾസ് ഡൈക്രോമേറ്റ് വരും, നമ്മുടെ കോപ്പർ സൾഫേറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പർ സൾഫേറ്റ്, ബോറിക് ആസിഡ്. ഓക്കെ, ഇതിനകത്ത് ട്രൈക്ലിനിക്കിനകത്ത് നമുക്ക് ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ഹെക്സഗണൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം നമുക്ക് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ട്രൈക്ലിനിക്കിൽ ഒരു പ്രിമിറ്റീവ് ട്രൈക്ലിനിക്കേ ഉള്ളൂ, ഹെക്സഗണൽ ഒരു പ്രിമിറ്റീവ്, ദാറ്റ് മീൻസ് സിമ്പിൾ ഹെക്സഗണലേ ഉള്ളൂ. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ എക്സാമ്പിൾസ് കേട്ടോ. ആരൊക്കെയാണ്? ഗ്രാഫൈറ്റ്, നമുക്കറിയാം ഗ്രാഫൈറ്റ് എന്താണെന്നറിയാം. സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്, HgS, ഓക്കെ, മെർക്കുറിക് സൾഫൈഡ് അല്ലെങ്കിൽ സിന്നബാർ എന്ന് പറയും. ദെൻ ഐസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കും. ഹെക്സഗണൽ, പ്രിമിറ്റീവ് ഹെക്സഗണൽ ആണ്. അതുപോലെ ലെഡ് അയഡൈഡ്, PbI2, മഗ്നീഷ്യം, ഓക്കെ, മഗ്നീഷ്യത്തിന്റെ സ്ട്രക്ചർ ചോദിക്കാം, എന്താണ്? ഹെക്സഗണൽ ആണ്. ദെൻ സിങ്ക്, അതുപോലെ കാഡ്മിയം, ഓക്കെ, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഹെക്സഗണലിൽ വരുന്നതാണ്. ഓക്കെ, CdS, ഗ്രാഫൈറ്റ്, ഐസ്, മഗ്നീഷ്യം, സിങ്ക് ഒക്കെ എന്തിൽ വരുന്നതാണ്? ഹെക്സഗണൽ, പ്രിമിറ്റീവ് ഹെക്സഗണൽ ആണ് വരുന്നത്. ദെൻ പിന്നെ ആരാണ്? റോംബോഹിഡ്രലും അത് എന്ത് തന്നെയാണ്? പ്രിമിറ്റീവ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ റോംബോഹിഡ്രലിനകത്ത് നമുക്ക് എക്സാമ്പിൾസ് പഠിക്കാനുള്ളത് കാൽസൈറ്റ്, കാൽഷ്യം കാർബണേറ്റ്, ഓക്കെ, എന്താണ് റോംബോഹിഡ്രൽ, സിന്നബാർ റോംബോഹിഡ്രൽ അല്ല കേട്ടോ വരുന്നത്. ഓക്കെ, ദെൻ കാൽഷ്യം കാർബണേറ്റ് വരുന്നുണ്ട്, ക്വാർട്സ് വരുന്നുണ്ട്, ഗ്ലാസ്, SB ആന്റിമണി വരുന്നുണ്ട്. പിന്നെ വരുന്ന റോംബോഹിഡ്രലിനകത്ത് വരുന്നതാണ് ഓക്കെ ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത് ഒക്കെ എന്തിൽ വരുന്നതാണ്? റോംബോഹിഡ്രൽ. NaNO3, സോഡിയം നൈട്രേറ്റ്, ഓക്കെ, ICl, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ്, അയഡിൻ ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പഠിക്കേണ്ട കാര്യം ഒന്നും കൂടി മെൻഷൻ ചെയ്യാം. നമ്മൾ 7 ക്രിസ്റ്റൽ സിസ്റ്റം പേരുകൾ ആദ്യം പഠിക്കുക. അതിനുശേഷം ആ ഓരോരുത്തരുടെയും എഡ്ജ് ലെങ്തും ആംഗിൾസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ പഠിക്കുക. ദെൻ അതിനുശേഷം എക്സാമ്പിൾസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമ്പിൾ. അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ ആ 1 മാർക്ക് അല്ലെ 2 മാർക്ക് ഇവിടെയാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഈ സെയിം ഏരിയ തന്നെ 2 ക്വസ്റ്റ്യനും ചോദിക്കാം കേട്ടോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. 2 മാർക്ക് ഇതിൽ തന്നെ വരാം നമുക്ക്. ഓക്കെ, ഇനി ഇതൊന്ന് എണ്ണി നോക്കിക്കേ. 14 എണ്ണം വന്നാൽ നോക്ക്. ഇവിടെ 3, 3 2 5, 5 4 9, 9 2 11, 11 3 14. അങ്ങനെയാണ് നമ്മൾ 14 വേരിയസ് ലാറ്റിസസ് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ ആൻസർ, നമ്മുടെ എന്താണ് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയ ആണത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഒറ്റ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റില്ല, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുക. പ്രത്യേകിച്ച് നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ ക്ലിയർ ആയി പഠിക്കും. അതായത് ഈ എഡ്ജ് ലെങ്തും ആംഗിൾസും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഈ എക്സാമ്പിൾസ് ആണ് നമ്മളെ ഇട്ടങ്ങ് കുഴക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ദി ടോട്ടൽ നമ്പർ ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റംസ് പ്രസന്റ്. നമുക്ക് എത്ര ടോട്ടൽ ക്രിസ്റ്റൽ സിസ്റ്റം ആണ് ഉള്ളത്? ഇത് 2019 സാനിറ്ററി കെമിസ്ട്രിയിൽ ചോദിച്ചതായിരുന്നു. ഓപ്ഷൻ A 7, ഓപ്ഷൻ B 8, ഓപ്ഷൻ C 32, സോറി ഓപ്ഷൻ D 31 ആണ്. ഓക്കെ, ഏതാണ് ഓപ്ഷൻ വരുന്നത്? യെസ്, നമുക്ക് വി ഹാവ് ടോട്ടൽ 7 ക്രിസ്റ്റൽ സിസ്റ്റം. ഈ 32 ഒരു ഇതുണ്ട് കേട്ടോ, 32 പോയിന്റ് ഗ്രൂപ്പ് ആണ്. ഈ ഓരോ ക്രിസ്റ്റൽസും നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് ഒക്കെ നമ്മളെ വേറൊരു ഏരിയ ആണ്, അത് ഗ്രൂപ്പ് തിയറി എന്നൊക്കെ നമ്മൾ പറയും. അതിലേക്ക് കടക്കുന്നില്ല. 7 ക്രിസ്റ്റൽ സിസ്റ്റം, 14 ബ്രേവിയസ് ലാറ്റിസസ് ആൻഡ് 32 പോയിന്റ് ഗ്രൂപ്പ്, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ 7 ക്രിസ്റ്റൽ സിസ്റ്റം ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
വിച്ച് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം ഈസ് സിങ്ക് ഓക്സൈഡ് ആൻഡ് ഗ്രാഫൈറ്റ്? എവിടെ ചോദിച്ചാൽ നോക്കിക്കേ, നമ്മുടെ FPS 2014 ചോദിച്ചതാണ്. 2014 ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിൽ ചോദിച്ചതാണ്. സിങ്ക് ഓക്സൈഡും ഗ്രാഫൈറ്റും ഏത് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ വരുന്നതാണ്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ക്യൂബിക്, ഓപ്ഷൻ ബി ടെട്രഗണൽ, ഓപ്ഷൻ സി ഹെക്സഗണൽ ആൻഡ് ഓപ്ഷൻ ഡി ട്രൈക്ലിനിക്. ഏതാണ് ആൻസർ എന്ന് നോക്കിക്കേ. നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഗ്രാഫൈറ്റും സിങ്ക് ഓക്സൈഡും കൊടുത്തിട്ടുണ്ട്. ഗ്രാഫൈറ്റും ZnO ആണ് സിങ്ക് ഓക്സൈഡ്. എന്തിലാണ് വരുന്നത്? ഹെക്സഗണൽ പ്രിമിറ്റീവ് യെസ് ക്രിസ്റ്റൽ ആണത്. അപ്പൊ ആൻസർ ഏത് വരും? ഇറ്റ്സ് ഹെക്സഗണൽ. ഓക്കെ, then the crystal system defined by A equal to B equal to C, alpha equal to beta equal to gamma, not equal to 90. ഓക്കെ, അപ്പോൾ എയും ബിയും അതായത് നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാം സെയിം ആണ്. A equal to B equal to C ആണ്, പക്ഷെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമയാണ്, പക്ഷെ എന്തല്ല, നോട്ട് ഈക്വൽ ടു 90 ആണ്. അത് ഏതാ വരുന്നത്? യെസ്, ഇത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2015 നടന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിസ്റ്റിന്റെ എക്സാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നതാണ്. ഓപ്ഷൻ എ റോംബോഹെഡ്രൽ, ബി ട്രൈക്ലിനിക്, സി ഓർത്തോറോംബിക് ആൻഡ് ഡി ടെട്രഗണൽ. ഏതാണ് വരുന്നത്? ഓക്കെ, കാണാതെ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് വരുന്ന ആൻസർ റോംബോഹെഡ്രൽ ആണ്. ഇനി ഒരു കാര്യം, റോംബോഹെഡ്രൽ വേറൊരു പേരും കൂടി ഉണ്ട്, ട്രയഗണൽ. ഓക്കെ, ട്രയഗണൽ എന്നും പറയുന്നുണ്ട് കേട്ടോ റോംബോഹെഡ്രലിനെ. റോംബോഹെഡ്രൽ ട്രയഗണലും കൂടിയാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മള് സിമ്പിൾ ക്യൂബ് എന്താന്ന് പഠിച്ചു അല്ലെ, അല്ലെങ്കിൽ ക്യൂബിക് എന്താന്ന് പഠിച്ചു, FCC പഠിച്ചു, BCC പഠിച്ചു, 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് പഠിച്ചു അല്ലെ, യൂണിറ്റ് സെൽ ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് അറിയേണ്ടുന്നത് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് സെല്ലിലെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ആറ്റം അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെല്ലാണ്. അത് നമുക്ക് FCCയിലും BCCയിലും അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ ക്യൂബിലും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ഈ കുറച്ച് പോയിന്റ്സ് ഒന്ന് കൺസിഡർ ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് തന്നെ നമുക്കറിയാം, നമ്മുടെ സിമ്പിൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 കോർണേഴ്സിലായിട്ട് ഇരിക്കുവാണ് അല്ലെ. 8 കോർണർ ആണ് ക്യൂബിൽ. നമ്മൾ സിമ്പിൾ ക്യൂബിനെ വെച്ചിട്ടാണ് കേട്ടോ എല്ലാം പറയുന്നത്. അപ്പോൾ 8 കോർണേഴ്സിലായിട്ട് ആറ്റങ്ങൾ ഇരിക്കുകയാണേ. അപ്പൊ ആ 8 കോർണേഴ്സിൽ ഇരിക്കുന്ന ആറ്റങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഓക്കെ, അതായത് ആ ക്യൂബില് ആ ആറ്റത്തിൽ ഇരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ 1/8 പേർ, 8ൽ ഒരു അംശമാണ് ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. അവിടെ നമ്മുടെ ആറ്റങ്ങൾ ഇരിക്കുന്നത് നോക്കുമ്പോഴേ, ആ ആറ്റത്തിന്റെ സൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴേ അതിലെ ഒരു ആറ്റത്തിന്റെ ആ ഒരു കോർണറിൽ ഇരിക്കുന്ന ഒരു ആറ്റം അതിന്റെ 1/8 പാർട്ട് മാത്രം, ബാക്കിയൊക്കെ അതിന്റെ വെളിയിൽ കിടക്കുമല്ലേ, അതിലെ 1/8 പാർട്ട് മാത്രമാണ് ക്യൂബിനുള്ളിൽ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഫേസ് സെന്ററിൽ ഇരിക്കുന്ന, ഫേസ് സെന്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫേസിന്റെ ഒത്ത നടുക്കിരിക്കുവാണേ. 3D ആയിട്ടൊന്ന് അസ്യൂം ചെയ്തേ, ഒരു ഫുൾ സ്ഫിയർ ആണല്ലേ അല്ലെ, ഹാഫ് ഹെമിസ്ഫിയർ, ഒരു ഹെമിസ്ഫിയർ മുകളിലും അല്ലെ മുകളിലോട്ടും ഒരു ഹെമിസ്ഫിയർ താഴെ, അതായത് പകുതി മാത്രം. നിങ്ങളൊന്ന് 3D ആയിട്ടൊന്ന് അസ്യൂം ചെയ്തേ, ഇതിന്റെ പകുതി പോർഷൻ മുകളിലോട്ടിരിക്കുവാണ്, അത് മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുവാണ്. താഴത്തെ പകുതിയാണ് എന്ത്, ആ യൂണിറ്റ് സെല്ലിനുള്ളിലേക്ക് പോകുന്നത്. അതായത് നമ്മളൊരു ഫേസ് സെന്ററിൽ ഇരിക്കുന്ന ഒരു ആറ്റം ആണെങ്കിൽ അതിന്റെ പകുതി മാത്രം, ഹാഫ് പോർഷൻ മാത്രമാണ് ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി ഒരു സെന്ററിൽ ഇരിക്കുന്ന ആറ്റോ, നമ്മളെ യൂണിറ്റ് സെല്ലിൽ ഒത്ത നടുക്കിരിക്കുന്ന ആള്, ഒരു ആറ്റം ഫുള്ളായിട്ടും അല്ലെ ഉള്ളിലിരിക്കുന്നത്, സെന്ററിൽ ഇരിക്കുന്ന, ബോഡി സെന്ററിൽ ഇരിക്കുന്നത് ആ ഒരു ആറ്റം, ആ ഒരു അയോൺ അല്ലെങ്കിൽ ആ പാർട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ആ യൂണിറ്റ് സെല്ലാണ്. അതായത് അതിന്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്. പിന്നെ അതേസമയം എഡ്ജ് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എഡ്ജിന്റെ സെന്ററിലായിട്ടിരിക്കുകയാണ്. എഡ്ജിന്റെ സെന്ററിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ 1/4 പോർഷൻ ആണ് നമ്മൾ ആ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. നമുക്ക് കോർണറിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ 1/8 പോർഷൻ മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിനുള്ളിലേക്ക് പോകുന്നുള്ളൂ. ഫേസ് സെന്ററിൽ ഇരിക്കുന്ന ഒരു ആറ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹാഫ് പോർഷൻ എവിടേക്ക് പോകുന്നുണ്ട്, യൂണിറ്റ് സെല്ലിലേക്ക് പോകുന്നുണ്ട്. ബോഡി സെന്റർ, ആ ഒരു യൂണിറ്റ് സെല്ലിനുള്ളിൽ അതിന്റെ എത്ര ഭാഗമുണ്ട്, ബോഡി സെന്റർ ആകുമ്പോഴത്തേക്കും ആ കംപ്ലീറ്റ് ബോഡി എവിടെയാണ്, ആ യൂണിറ്റ് സെല്ലിനുള്ളിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരെണ്ണം മുഴുക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ എഡ്ജ് സെന്റർ ആകുമ്പോൾ 1/4 മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കോൺട്രിബ്യൂഷൻസ് നോക്കാം. ടോട്ടൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ലാണ്. അത് സിമ്പിൾ ക്യൂബ് ആണെങ്കിൽ,
സിമ്പിൾ ക്യൂബ് മീൻസ് എന്താണ്? നമ്മുടെ 8 കോർണേഴ്സിൽ മാത്രമായിട്ടാണ് ആരിയിരിക്കുന്നത്? 8 കോർണേഴ്സിൽ മാത്രമാണ് നമ്മുടെ ആറ്റങ്ങൾ ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ 8 കോർണേഴ്സിൽ, അപ്പോൾ ഒരു കോർണറിൽ ഇരിക്കുന്ന ആൾ എത്ര പോർഷനേ ഉള്ളൂ? 1/8. അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര കോർണർ ഉണ്ട്? 8 കോർണറിൽ ആറ്റങ്ങളുണ്ട്. ദെയർഫോർ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഇറ്റ്സ് 1. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇത് പഠിച്ചോണേ. ഒന്നെങ്കിൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ സിമ്പിൾ ക്യൂബ് എന്ന് ചോദിക്കാം. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് 1 ആണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ ഓഫ് എ സിമ്പിൾ ക്യൂബ് ക്രിസ്റ്റൽ ലാറ്റിസ്, അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എന്ന് വെച്ചാൽ അത് എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ ബോഡി സെന്റേർഡ് നോക്കുവാണെങ്കിലോ, ബോഡി സെന്ററിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നമുക്ക് 8 കോർണേഴ്സ് ഉണ്ട്. ആ 8 കോർണേഴ്സിലും ആറ്റങ്ങളുണ്ട് അല്ലെ. അപ്പോൾ ഒരു കോർണറിലെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8. അങ്ങനെ 8 ആറ്റങ്ങളുണ്ട്. അപ്പൊ 8 × 1/8 ഈസ് 1. ഇനി അത് കൂടാതെയോ ബോഡി സെന്ററിൽ ഒരു ആറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ 1 ആയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ആണുള്ളത് അല്ലെ, ഫുള്ള് കോൺട്രിബ്യൂഷൻ ആണത്. അപ്പോൾ ടോട്ടൽ എത്രയായി? 1 + 1 2. വളരെ ഇമ്പോർട്ടന്റ്, നമ്മൾ റിപ്പീറ്റ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ 2014 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ ഒരു 4 ക്വസ്റ്റ്യൻ, ഈ ലേറ്റസ്റ്റ് നടന്ന 2022 ഒരു എക്സാം, അതിന് വരെ നമുക്ക് 4 ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ നോക്കിയതിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അതായത് BCC, നമുക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. BCCയിലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഇറ്റ്സ് 2. ദെൻ FCC എടുക്കുവാണെങ്കിലോ, ഫേസ് സെന്റർ എടുക്കുവാണെങ്കിലോ, അതിൽ ആരൊക്കെയാ ഉള്ളത്? 8 കോർണേഴ്സിൽ 8 ആറ്റം. അപ്പോൾ 8 × 1/8 ദാറ്റ് ഈസ് 1. അതേസമയം 6 ഫേസസ് ആണ്. ഒരു ഫേസസിൽ എത്രയാണ് കോൺട്രിബ്യൂഷൻ? 1/2 ആണ് അല്ലെ. അങ്ങനെ 6 ഫേസ് ഉണ്ട്. അപ്പൊ 6 × 1/2 ഈസ് 3. Therefore ടോട്ടൽ എഫക്റ്റീവ് ആറ്റം എത്രയാണ്? 1 + 3 ഈസ് 4. ഓക്കെ ആണോ? അതേപോലെ എൻഡ് സെന്റേർഡും ചോദിക്കാറുണ്ട്. എൻഡ് സെന്റേർഡ് അല്ലെങ്കിൽ എഡ്ജ് സെന്റേർഡ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ്? അവിടെ നമുക്ക് കോർണറിൽ ആറ്റങ്ങളുണ്ട്, അതേ പ്ലസ് എഡ്ജിൽ എത്രയാ കോൺട്രിബ്യൂഷൻ വരുന്നത്? 1/4 ആണ് അല്ലെ. അങ്ങനെ 12 എഡ്ജുകളാണ്, വശങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ 1 + 3 ഇറ്റ്സ് 4. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുന്ന ഏരിയ ആണത് കേട്ടോ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് 2014 FPS-ലും ചോദിച്ചു, 2019 സാനിറ്ററി കെമിസ്ട്രി ചോദിച്ചു, അതുപോലെ 2022 വർക്ക് അസിസ്റ്റന്റ് ചോദിച്ചു, ടൈറ്റാനിയം അനലിസ്റ്റ് ചോദിച്ചു. അതിലൊക്കെ ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ ഇൻ BCC എത്രയാണ്? 4 ആണോ? 2 ആണോ? 1 ആണോ? 6 ആണോ? എത്രയാണ്? ഇറ്റ്സ് 2 ആണ്. 4 ആർക്കാണ്? FCCക്കാണ് 4. 1 ആർക്കാണ്? സിമ്പിൾ ക്യൂബിനാണ്. ഓക്കെ, 4 FCCക്ക്. അതുപോലെ തന്നെ എഡ്ജ് സെന്റേർഡിനും ഉണ്ട്. എഡ്ജ് സെന്റർ അല്ലെങ്കിൽ എൻഡ് സെന്റേർഡ് ക്യൂബിക് സെൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത് ക്ലിയർ ആണോ? നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഏരിയാസ്, അതായത് ക്വസ്റ്റ്യൻ വരുന്ന 2 ഏരിയ നമ്മൾ കഴിഞ്ഞു. ഒന്ന് ക്രിസ്റ്റൽ സിസ്റ്റം ആയിരുന്നു, രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ്. അത് സിമ്പിൾ ക്യൂബിൽ എങ്ങനെയാണ്, BCCയിൽ എങ്ങനെയാണ്, FCCയിൽ എങ്ങനെയാണ്, എൻഡ് സെന്റേർഡിൽ എങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് വരുന്ന വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മളിപ്പോ ലാസ്റ്റ് നമ്മുടെ 2021 ചോദിച്ചു, ഇതിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ലെവലാണ്. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നത് വേറൊരു മെത്തേഡ് വഴിയിട്ടാണ്. നമുക്കിപ്പോ എന്താ ക്രിസ്റ്റൽ പ്ലെയിൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ ഒരു ക്രിസ്റ്റല്, നമ്മളിപ്പോ ഇവിടെ ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു പിക്ചേഴ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതിനകത്ത് ഒരു പ്ലെയിൻ വെക്കാൻ പറ്റും. ഓക്കെ, ആ പ്ലെയിൻ വെച്ചാൽ നമുക്ക് ആ ക്രിസ്റ്റലിനെ കട്ട് ചെയ്യാൻ പറ്റും. ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിമെട്രി എലമെന്റ് ആണ്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അതൊക്കെ നമ്മുടെ വേറൊരു സെക്ഷൻ ആയിട്ട് വരും. അപ്പൊ ഇത്രയും ഓർത്തിരുന്നാൽ മതി. നമുക്ക് ക്രിസ്റ്റൽ പ്ലെയിൻ ഉണ്ട്. അതിനെ നമ്മൾ 2 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വേസ് ഇൻഡിസസും മില്ലർ ഇൻഡിസസും. അതിന് വേസ് ഇൻഡിസസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നമുക്ക് മില്ലർ ഇൻഡിസസ് ആണ് നന്നായിട്ട് പഠിക്കാനുള്ളത്. ജസ്റ്റ് വേസ് ഇൻഡിസസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളെ അത് ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു ഗ്രാഫിൽ നമുക്ക് XYZ ആക്സിസുകളുണ്ട്. ഓക്കെ, XYZ ആക്സിസുകളുണ്ട്. നമുക്ക് അതില് നമ്മുടെ ഈ ക്രിസ്റ്റലിന്റെ പ്ലെയിനുകൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽ കട്ട് ചെയ്യുന്നുണ്ട്. X ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്, Y ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, Z ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ X ആക്സിസിൽ 2 യൂണിറ്റ് കട്ട് ചെയ്തു,
Y ആക്സിസിൽ 3 യൂണിറ്റ് കട്ട് ചെയ്തു, Z ആക്സിസിൽ 4 യൂണിറ്റ് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കിടെ പ്ലെയിന്, ഈ ഒരു ക്രിസ്റ്റലിന്റെ പ്ലെയിനെ എനിക്ക് 2, 3, 4 എന്ന് എഴുതാം. അതായത് നമ്മുടെ ഈ ക്രിസ്റ്റൽ പ്ലെയിൻ ഇരിക്കുന്നത് 2, 3, 4ലാണ്. അതായത് X ആക്സിസിൽ 2ലാണ് ഇന്റർസെക്ട് ചെയ്തത്, Y ആക്സിസിൽ 3ലാണ് ഇന്റർസെക്ട് ചെയ്തത്, Z ആക്സിസിൽ 4ലാണ് ഇന്റർസെക്ട് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇത് ആക്യുറേറ്റ് അല്ല, ഇതിൽ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൈൻഡ് ചെയ്യേണ്ടുന്ന കാര്യമില്ല. നമുക്ക് മില്ലർ ഇൻഡിസസ് ആണ് പഠിക്കേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ മില്ലർ ഇൻഡിസസും നമ്മുടെ പ്ലെയിൻ ഏത്, നമ്മുടെ ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതൊക്കെ പ്ലെയിനിലാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, അതൊരു ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് തരാം. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനുശേഷം നമുക്ക് ഈ ഒരു റൂളിലേക്ക് വരാം. ഓക്കെ, നമ്മള് മില്ലർ ഇൻഡിസസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് HKL എന്നുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് X ആക്സിസ് 2A, അതുപോലെ Y ആക്സിസിൽ B, Z ആക്സിസിൽ C ആണ്. ഓക്കെ, അപ്പൊ ഇതേ നമ്മൾ ഇതിന്റെ ഇൻഡിജേഴ്സ് എടുക്കുവാണ്. അതായത് X ആക്സിസിൽ 2 യൂണിറ്റ് ആണ് കട്ട് ചെയ്തത്, Y ആക്സിസിൽ 1 യൂണിറ്റ്, Z ആക്സിസിൽ 1 യൂണിറ്റ്. അപ്പൊ ഞാൻ ഇതും ജസ്റ്റ് ഒന്ന് എടുത്തേതാണ്. 2 ഉണ്ട്, 1 ഉണ്ട്, 1 ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ടേക്ക് ദി റെസിപ്രോക്കൽ ഓഫ് ദീസ് വാല്യൂസ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ജസ്റ്റ് അതൊന്ന് എടുത്തെഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്തെടുത്തെഴുതുക? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തെഴുതുക. ദാറ്റ് മീൻസ് 1/2, 1/1, 1/1. മൂന്നാമത്തെ സ്റ്റെപ്പില് നമ്മൾ ഇവിടെ കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക. ഈ 3 പേർക്ക് കോമൺ ഫാക്ടർ ആരാണ്? 2 ആണ്. ആ കോമൺ ഫാക്ടർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 2 × 1/2, 2 × 1/1, 2 × 1/1. ഓക്കെ, then ജസ്റ്റ് ഒന്ന് വാല്യൂ ജസ്റ്റ് ഒന്ന് ഇതിന്റെ റേഷ്യോ എടുത്തേ. ദാറ്റ് ഈസ് 2/2 ഈസ് 1. 2 ഇവിടെ 2 വരും, ഇവിടെയും 2 വരും. അപ്പോൾ നമ്മുടെ മില്ലർ ഇൻഡിസസ് ആയി. എന്താ, നമുക്ക് പ്ലെയിൻ എങ്ങനെ എഴുതാം? ഇറ്റ്സ് 1, 2, 2. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു ക്രിസ്റ്റൽ, ആ പർട്ടിക്കുലർ ക്രിസ്റ്റൽ കട്ട് ചെയ്തിരിക്കുന്ന പ്ലെയിൻ, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിന്റെ പ്ലെയിൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? HKL വെച്ചിട്ടാണ്. ആ HKL നമ്മളുടെ ആ മില്ലർ ഇൻഡിസസ്, അല്ലെങ്കിൽ ആ മില്ലർ ഇൻഡിസസ് ആ പ്ലെയിൻ ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 1, 2, 2 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതും ഓക്കെ, സോറി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നേ 2022 കെമിസ്റ്റ് സെറാമിക്സ് വർക്ക് അസിസ്റ്റന്റ് സെറാമിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദി മില്ലർ ഇൻഡിസസ് ഓഫ് ക്രിസ്റ്റൽ പ്ലെയിൻസ് ദാറ്റ് കട്ട് ത്രൂ ക്രിസ്റ്റൽ ആക്സിസസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്സിസിൽ ഇത്രയും യൂണിറ്റിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മില്ലർ ഇൻഡിസസ് എത്രയാണെന്നാണ് എഴുതേണ്ടുന്നത്. ഓക്കെ, ഈ മൈനസ് വന്നിരിക്കുന്നത് എങ്ങനെ എഴുതുമെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ വാല്യൂ എന്താണ്? 2A മൈനസ് 3B മൈനസ് 3C ആണേ. തൊട്ട് താഴെ എന്താ? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ? ഫസ്റ്റ് സ്റ്റെപ്പിൽ 2, ആ നമ്പേഴ്സ്, ആ ഇന്റർസെക്ട് ചെയ്യുന്ന വാല്യൂ എഴുതുക. -3 ദെൻ -3. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാ? ഇതിനെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക അല്ലെ? 1/2, 1/3 മൈനസ് ഉണ്ട് കേട്ടോ, -1/3. അടുത്ത സ്റ്റെപ്പിൽ എന്തെടുക്കുക? കോമൺ ഫാക്ടർ. ആരാ കോമൺ ഫാക്ടർ? ഇവർക്ക് 3 പേർക്കും കോമൺ ഫാക്ടർ 6 ആണല്ലേ? അപ്പൊ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 1/2, 6 × -1/3, 6 × -1/3. അടുത്ത സ്റ്റെപ്പില് ആ റേഷ്യോ എടുത്ത ആ വാല്യൂ നോക്കിക്കേ. ദാറ്റ് ഈസ് 6/2 3, 6/3 2 മൈനസ് ഉണ്ടേ, ദെൻ 6/3 -2. പക്ഷെ നമ്മൾ ഇങ്ങനെ -2 എന്നല്ല, ഇതിനെ നമ്മൾ ഇങ്ങനെ അതിന്റെ മേൾ ബാർ ആയിട്ടാണ് എഴുതുന്നത് കേട്ടോ. 3, 2, 2. ഇവിടെ ബാർ ആണ് കേട്ടോ വരുന്നത്. 3, 2, 2. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ മില്ലർ ഇൻഡിസസ് അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം അത്യാവശ്യം നമ്മുടെ PSCയുടെ എക്സാം പാറ്റേണുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ മാറ്റിയപ്പോഴത്തേക്കിനും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കാണ്. സോളിഡ് സ്റ്റേറ്റും ഗേഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഒക്കെ നമ്മുടെ സിലബസിലുള്ള ഏരിയ ആണ്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. ക്രിസ്റ്റൽ സിസ്റ്റംസ്, അതുപോലെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, ആൻഡ് ഫൈനലി ദി മില്ലർ ഇൻഡിസസ്. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ, അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ റെക്കോർഡ് ക്ലാസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ക്രിസ്റ്റൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ?
ഓൾറെഡി ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളത് ചെയ്തിട്ടുള്ളതാണ്. അത് ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് മാർക്ക് കിട്ടാനുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മുടെ ഇപ്പൊ ഈ റീസെന്റ്, അതായത് കഴിഞ്ഞ ആഴ്ച 21-ാം തീയതി നടന്ന ഫോറൻസിക്കിന്റെ, അതായത് കെമിസ്ട്രി സയന്റിഫിക് ഓഫീസർ ഉണ്ടല്ലോ ഫോറൻസിക്കിന്റെ, അതിൽ വന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നത് MSc ആണ് സിലബസ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ജനറൽ ആണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അത് നമ്മള് അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ജനറൽ ആയിട്ട് ചോദിച്ചതായിരിക്കണം. ദി ഓൺലി മെറ്റൽ നോൺ ടു എക്സിസ്റ്റ് ഇൻ സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ഫോം, അതായത് നമ്മൾ ക്യൂബ് പഠിച്ചല്ല, ക്യൂബിക് സ്ട്രക്ചർ പഠിച്ചല്ലോ, അതിലെ പ്രിമിറ്റീവ് ക്യൂബിക്, അതായത് ഈ താഴെ 4 പേര് കൊടുത്തിട്ടുണ്ടേ. ഈ 4 പേരില് ഏതോ ഒരാള് പ്രിമിറ്റീവ് സിമ്പിൾ ക്യൂബിക്കിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇവിടെ FCCയോ BCCയോ വരില്ല. നമ്മൾ അതിനകത്ത് പഠിച്ചത് സിമ്പിൾ ക്യൂബിൽ FCC വരാം, BCC വരാം, സിമ്പിൾ ക്യൂബിക് ദാറ്റ് മീൻസ് പ്രിമിറ്റീവ് വരാം. അപ്പൊ അതിൽ പ്രിമിറ്റീവിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത് അതൊരു ജനറൽ ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി, നമുക്ക് കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് ഇട്ടതാണ്. ഇറ്റ്സ് പൊളോണിയം. ഓക്കെ, പൊളോണിയമാണ്. നമ്മൾ ആറ്റങ്ങൾ പഠിച്ചില്ലായിരുന്നു, ആറ്റങ്ങളും കോമ്പൗണ്ടും പഠിച്ചില്ലേ, സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന. അപ്പൊ അതിൽ വരുന്നതിൽ പൊളോണിയമാണ് കേട്ടോ. ഗോൾഡ് ഒക്കെ FCCയിലൊക്കെ വരും, കോപ്പർ ഒക്കെ BCC അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പോൾ പൊളോണിയം മാത്രമാണ് സിമ്പിൾ ക്യൂബായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്നതാണ്. ദി ലാറ്റിസ് സിസ്റ്റംസ് ഫോർ വിച്ച് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90, A not equal to B not equal to C. Then അടുത്തയോ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ബട്ട് A not equal to B not equal to C. ഏതാ വരുന്നത്? നമുക്ക് ഇങ്ങനെ വരുന്നത് ആരായിരുന്നു? അല്ലെ, ഇതല്ലേ നമ്മൾ ലാസ്റ്റ് പഠിച്ച സാധനം. ലാസ്റ്റ് പഠിച്ചത് A not equal ഒന്നും ഈക്വൽ അല്ല, അത് ആരായിരുന്നു? ട്രൈക്ലിനിക് ആയിരുന്നു അല്ലെ. ഇത് ട്രൈക്ലിനിക്കിൻ്റെതും അതുപോലെ ഇതെന്തിന്റെ ആയിരുന്നു? നമ്മൾ 3ാമത് പഠിച്ചതാണ് അല്ലെ. ക്യൂബിക്കിന്റെ 2 സൈഡും പിടിച്ച് വലിച്ചു നീട്ടി, മുകളിലും പിടിച്ച് വലിച്ചു നീട്ടി, ഒരു സൈഡും പിടിച്ച് വലിച്ചു നീട്ടി. പക്ഷെ അവിടെ ആംഗിൾ വ്യത്യാസമല്ല. അത് ആർക്കായിരുന്നു? ക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? ഓർത്തോ ആണ് പഠിച്ചത് അല്ലെ. ക്യൂട്ട് ഓർത്തോമോൺ എന്നല്ലേ പഠിച്ചത്. അപ്പൊ അതിലെ ക്യൂബിക്ക് ടെട്രാഗണൽ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാണ്? ഓർത്തോറോംബിക്. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ട്രൈക്ലിനിക് ആൻഡ് ഓർത്തോറോംബിക്. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്ന ആ പാറ്റേൺ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം എന്നുള്ള ഒരു മോഡൽ കാണിച്ചാൽ. നമ്മുടെ പ്രീവിയസ് ആണ്, നമുക്ക് വരാം വെച്ചാല് നമ്മുടെ എക്സാമിന് ഇതൊക്കെ വരാം. കാരണം നമ്മുടെ സോൾവ് സ്റ്റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണല്ലോ. ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നതാണ്. ജസ്റ്റ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആൻസറിൽ ഒരു ചെറിയൊരു കറക്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെയ്യാൻ പറ്റുമോ ഒന്ന് നോക്കിയോ. ഇവിടെ നമുക്ക് മില്ലർ ഇൻഡിസസ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. നമുക്ക് X ആക്സിസിൽ കട്ട് ചെയ്യുന്നത് തന്നിട്ടുണ്ട്, Y ആക്സിസിൽ കട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്, Z ആക്സിസിലുണ്ട്. അങ്ങനെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള മില്ലർ ഇൻഡിസസിന്റെ ഇന്റർസെക്ഷൻ തന്നിട്ടുണ്ട് അല്ലെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഫസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്നാമത്തത് A to A എന്നാണ് അല്ലെ. അപ്പൊ അതില് എങ്ങനെയാ ഇന്റിജർ ചെയ്താൽ 1 2 1. അടുത്ത സ്റ്റെപ്പില് ഇതെടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക അല്ലെ. സോറി, 1/1 1/2 1/1. ഇതിന് കോമൺ ഫാക്ടർ ആരാണ്? 2 ആണ് കോമൺ ഫാക്ടർ. അപ്പോ എത്ര വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെ. അപ്പോ മുകളിൽ 2 വരും, ഇതിനകത്തും 2 × 1/2 ആകുമ്പോൾ 1 വരും, മുകളിലും 2 വരും. ദാറ്റ് ഈസ് 2 1 2. അപ്പൊ 2 1 2 എന്ന് വരുന്ന ആകെ നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റ് അല്ല, കറക്റ്റ് ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ A മാത്രമേ വരുള്ളൂ. കാരണം 2 1 2 വരുന്ന വേറെ ഒരു ഇതും ഇല്ല. അപ്പൊ നമുക്ക് മറ്റേത് 1 2 2 വരുമോ എന്ന് നോക്കാം. അത് പക്ഷെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് നോക്കിയേ, A/2 A/2 നമ്മൾ എടുത്ത് 1 1/1/2 ആണ് അല്ലെ. 1/1/2 ആകുമ്പോൾ 2 വരും, ഇവിടെ 2 വരും. ഇനി ഇതിനെ നമ്മളിനി എന്താണ് റെസിപ്രോക്കൽ എടുത്ത് ഇനി എന്താണ് കോമൺ എടുത്ത് ചെയ്യുന്ന ജസ്റ്റ് നമുക്ക് ഇൻഡിജർ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പ്ലെയിൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 2 2. അപ്പൊ നമുക്ക് വരുന്നത് ആരൊക്കെയാണ്? 2 1 1 1 2 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ A ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് രീതിയിൽ വരുന്നു മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ടേംസ് ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഇനി അറിയാൻ പറ്റില്ല, നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ ഈ അമോർഫസ് സോളിഡും ക്രിസ്റ്റലൈൻ സോളിഡും വെച്ചിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മളെ ഞാൻ ഇപ്പൊ പറഞ്ഞ കുറെ ഡയലോഗ്സ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സോളിഡിന് എന്തുകൊണ്ട് അതിന്റെ റിജിഡിറ്റി കിട്ടി എന്നുള്ളത് വരെ വേണമെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. നമുക്കിപ്പോ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെ വരും. കാരണം ഓരോ
ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അല്ലേ. ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. അപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ്, പുതിയ മോഡലുകൾ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റലൈൻ്റെ അമോർഫസിന്റെ ഡിഫറൻസ് പഠിച്ചു അല്ലേ. അതിൽ അനൈസോട്രോപ്പി ഐസോട്രോപ്പി പഠിച്ചു അല്ലേ. അത് എന്തുകൊണ്ട് ഐസോട്രോപ്പി അനൈസോട്രോപ്പി വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഡിഫറെന്റ് ഡിറക്ഷൻ, രണ്ട് ഡിഫറെന്റ് ഡിറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോഴത്തേക്കും ഒരു സൈഡിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് വന്നു, വേറെ ഡിറക്ഷനിൽ അറേഞ്ച് ചെയ്തപ്പോൾ രണ്ടുപേരും മിക്സ് ചെയ്ത് വന്നു. അപ്പൊ അതുകൊണ്ട് ക്രിസ്റ്റൽസ് ഡിഫറെന്റ് വാല്യൂസ് കാണിക്കും. അത് അനൈസോട്രോപ്പി. പക്ഷെ അമോർഫസോൾസിൽ എങ്ങനെ നോക്കിയാലും സെയിം വാല്യൂസ്, അത് ഐസോട്രോപ്പി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് വെച്ചൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്താന്ന് പഠിച്ചു, യൂണിറ്റ് സെൽ എന്താന്ന് പഠിച്ചു, ലാറ്റിസ് പോയിന്റ് പഠിച്ചു, ബ്രേവിയസ് ലാറ്റിസസ്, ദെൻ ഡിഫറെന്റ് ക്രിസ്റ്റൽ ലാറ്റിസ് പോയിന്റുകൾ പഠിച്ചു അല്ലെ. BCC, FCC, സിമ്പിൾ ക്യൂബിക്. അതിനുശേഷം 7 ക്രിസ്റ്റൽ സിസ്റ്റം പഠിച്ചു. അതിൽ 14 ബ്രേവിയസ് ലാറ്റിസസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചു. ദെൻ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനകത്തെ പാരാമീറ്റേഴ്സിന്റെ ഡിഫറൻസ് പഠിച്ചു. അതുപോലെ അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചു. അതിനുശേഷം നമ്പർ ഓഫ് ആറ്റം പെർ യൂണിറ്റ് സെല്ല്, അതായത് സിമ്പിൾ ക്യൂബിൽ 1 ആണെങ്കിൽ BCCയിൽ 2 ആണ്, FCCയിൽ 4 ആണ്, എൻഡ് സെന്ററിലും 4 ആണ്. പിന്നെ അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മില്ലർ ഇൻഡിസസ്, പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ അക്കാഡമി, ഓക്കെ, എമസ്റ്റ് അക്കാഡമി ഓൾറെഡി നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ പോർഷൻസ് ഒക്കെ അധികം കുറച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. മാത്രമല്ല ലൈവ് ക്ലാസ്സുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്തത്, നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം നമ്മൾ ലൈവായിട്ട് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. അതായത് ലൈവ് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയം ആ സ്പോട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ചോദിക്കാം. നമ്മൾ അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് തരും. അതല്ല ഫർദർ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വായിച്ചിട്ട് നമ്മൾ ചെയ്തു തരും. അതുപോലെ ടെസ്റ്റ് സീരീസിലുണ്ട് ആഴ്ചയിലും. അതുപോലെ ഒരുപാട് ടെസ്റ്റ് സീരീസിൽ തരും. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനോടുള്ള ആ ഒരു ഫിയർ മാറ്റിത്തരും. അതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുത്തി തരും. ഓക്കെ, പിന്നെ മെന്റർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക്. ഓരോ മെന്റർ, നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മെന്റർ കാണും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് മെന്റർഷിപ്പ് കിട്ടും. അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ NS അക്കാഡമിയുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം. നമ്മളെ ക്ലാസ്സുകൾ ഇനിയും ലൈവായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ.